മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ മേക്ക് ഇറ്റ് ഹാപ്പൻ, അതായത് നടപ്പിൽ വരുത്തുക എന്നാണ് അതിൻ്റെ അർത്ഥം. മാനിഫെസ്റ്റേഷനെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മൾ ചെറുത് മുതൽ വലുത് വരെയുള്ള പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേടിയെടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. പല കാര്യങ്ങളും നമുക്ക് ഈസി ആയിട്ട് കിട്ടാറുമുണ്ട്. എന്നാൽ ചില കാര്യങ്ങൾ താരതമ്യേന ബുദ്ധിമുട്ട് എന്ന് ചില കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാകാറുമുണ്ട്. ഇപ്പോൾ മാനിഫെസ്റ്റേഷൻ ടെക്നിക്കുകളെന്ന് പറഞ്ഞിട്ട് ഒരുപാട് കണ്ടൻറ്റുകൾ ഈ നമ്മുടെ യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ എന്താണ് മാനിഫെസ്റ്റേഷൻ, എങ്ങനെയാണ് നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മുടെ കാര്യങ്ങൾ നമ്മളിലേക്ക് എത്താൻ എന്തൊക്കെ പ്രൊഡക്ടിവിറ്റി ടൂൾസാണ് നമുക്ക് യൂസ് ചെയ്യുക എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പോൾ ആദ്യം നമ്മളിതിലേക്ക് കടക്കുമ്പോൾ മാനിഫെസ്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോഴേക്കും തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മളിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ളൊരവസ്ഥ, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു ലൈഫ് സ്റ്റൈൽ, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു ബിസിനസ്, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു വാഹനം, നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു റിലേഷൻഷിപ്പ്, സമ്പത്ത്, ഇതൊക്കെ ആയിരിക്കാം ഒരു പക്ഷേ നമ്മുടെ മനസ്സിലുണ്ടാവുക. അപ്പോൾ അതിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ആദ്യം നമ്മളിപ്പോൾ ഏതവസ്ഥയിലാണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പോൾ ഇതിനെ നമുക്ക് ഒരു 3 ലെവലായിട്ട് നമ്മുടെ ഒരു കോൺഷ്യസ്നെസ്സിനെ നമുക്കൊന്ന് ഡിവൈഡ് ചെയ്യാം. ലെവൽ 1 എന്ന് പറയുന്നത് ഞാനതിന് സഫറിങ് എന്നാണ് വിളിക്കുക. അപ്പോൾ ആളുകൾ നമുക്ക് കാണാം, അവർ കൂടുതലും ഡോമിനേറ്റ് ചെയ്യുന്നത് അവർ സംസാരിക്കുമ്പോഴും അല്ലെങ്കിൽ അവരുടെ ചിന്തകളിലുമൊക്കെ ഉണ്ടാവുക എന്ന് പറയുന്നത് ഒന്നുകിൽ സാഡ്നെസ്, സങ്കടം, അല്ലെങ്കിൽ ഡിസപ്പോയിൻമെൻറ്റ്, ഷെയിം, അതുപോലെ റിഗ്രറ്റ്, അവരുടെ ജീവിതത്തിൽ പണ്ട് നടന്നിട്ടുണ്ടായ ബുദ്ധിമുട്ടുകളെക്കുറിച്ചുള്ള റിഗ്രറ്റുകൾ, അതുപോലെ ഡിസപ്പോയിൻമെൻറ്റ്, പണ്ട് കാലത്ത് പല കാര്യങ്ങൾ ശ്രമിച്ചിട്ടും നടക്കാതെ വന്നതിൻ്റെ ഡിസപ്പോയിൻമെൻറ്റ്, അതുപോലെ തന്നെ ഒരു വിക്ടിം മൈൻഡ് സെറ്റ്, അതായത് മറ്റുള്ളവർ എന്തെങ്കിലുമൊക്കെ എനിക്ക് ചെയ്തിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ നന്നായേനെ, അല്ലെങ്കിൽ സാഹചര്യങ്ങൾ കൊണ്ട് ഞാനിങ്ങനെ ആയിപ്പോയതാണ് എന്നുള്ളൊരു മൈൻഡ് സെറ്റ്. അതുപോലെ ഇൻഗ്രാറ്റിറ്റ്യൂഡ്, ഒരുപക്ഷെ നമുക്ക് പല നല്ല കാര്യങ്ങളുണ്ടെങ്കിൽ പോലും ചില കാര്യങ്ങൾ നമുക്ക് പർട്ടിക്കുലർ കിട്ടാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു നിരാശ, ആ ഒരു ഇൻഗ്രാറ്റിറ്റ്യൂഡ് നമുക്ക് ചിലർ സംസാരത്തിൽ പ്രകടിപ്പിക്കാറുണ്ട്. അതേപോലെ തന്നെ ഒരു ലോ ഓഫ് സെൽഫ് എസ്റ്റീം, നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ ഒരു മതിപ്പില്ലായ്മ, ഒരു ആദരവില്ലായ്മ, ഇതൊക്കെ നമ്മുടെ സംസാരത്തിലും നമ്മുടെ പെരുമാറ്റത്തിലുമൊക്കെ പ്രതിഫലിക്കുന്ന ആ കൂട്ടരാണ് ഞാൻ ലെവൽ 1 എന്ന് പറയുന്നത്. ഇവരെപ്പോഴും ഒരു മെൻ്റലി സഫറിങ് അനുഭവിച്ചിരിക്കുന്ന ആൾക്കാരായിരിക്കും. അവർക്കെപ്പോഴും എന്തെങ്കിലുമൊക്കെ പരാതികളുണ്ടാവും ജീവിതത്തെക്കുറിച്ച്. ഇനി ലെവൽ 2 അവിടെ നിൽക്കുമ്പോൾ ലെവൽ 3യിലേക്ക് നമുക്കൊന്ന് കിടക്കാം. ലെവൽ 3 എന്ന് പറയുന്നത് ലെവൽ 1ൻ്റെ എക്സാക്റ്റ് ഓപ്പോസിറ്റാണ്. അതായത് ലെവൽ 3യിലെ ആളുകളെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവർക്കും ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ അവരുടെ ജീവിതത്തിലുണ്ട്. പക്ഷേ അവരുടെ കൂടുതൽ സമയവും അവരോട് സംസാരിക്കുമ്പോഴും അവരുടെ ഒരു ബോഡി ലാംഗ്വേജും ഒക്കെ നമ്മൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന അവർ കൂടുതൽ സമയവും അവർക്ക് വളരെ ജോയ്ഫുൾ ആയിട്ടുള്ളൊരു മൊമെൻറ്റ്സ് ആയിരിക്കും അവർക്കുണ്ടാവുക. എപ്പോഴും അവർ ചെറിയ കാര്യങ്ങൾക്ക് പോലും അവരെപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കുന്നത് നമുക്ക് കാണാം. ലവ്, അതുപോലെ അൺകണ്ടീഷണൽ ആയിട്ടുള്ള ആ ഒരു ലവ്, അല്ലെങ്കിൽ ആ ഒരു നമ്മളൊരു കാര്യം ചെയ്യുന്നതിനെല്ലാം ഒരു അൺകണ്ടീഷണലായിട്ട് ജീവിതത്തെക്കുറിച്ച് ഉള്ള ഒരു അപ്രോച്ച്, ഇതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ കൂട്ടരെ, ഈ ഒരു ലെവലുള്ള ഉള്ള ഒരു കാറ്റഗറീനെ നമുക്ക് ഫ്ലോ സ്റ്റേറ്റിലുള്ള ആളുകൾ, അല്ലെങ്കിൽ ഒരു സറണ്ടർ മോഡിലുള്ള ആളുകൾ എന്ന് നമുക്ക് വിളിക്കാം. ഇനി ലെവൽ 2 എന്ന് പറയുന്നത് ഇതിൻ്റെ രണ്ടിൻ്റെയും മധ്യത്തിലുള്ള ആളുകളാണ്. അതായത് ലെവൽ 2 ആളുകൾ അവർ ലോജിക്കലായിട്ട് ചിന്തിക്കുന്ന ആളുകളാണ്. അവർ വളരെ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ആളുകളാണ്. അവർ ജീവിതത്തിൽ ആഗ്രഹിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ നേടിയെടുക്കാൻ അവർ അധ്വാനം ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ അവർക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഇനി ഒരു ചലഞ്ച് അവരുടെ ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടി വന്നാൽ, ഇപ്പോൾ സാമ്പത്തികപരമായിട്ടോ, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് പരമായിട്ടോ, അല്ലെങ്കിൽ ബിസിനസ്സിന് എന്തെങ്കിലും ഫെയിലിയറൊക്കെ വരികയാണെങ്കിലൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ടൊരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ അവർ ഇതിനെ സോൾവ് ചെയ്യാനായിട്ട് എപ്പോഴും ഹൗ എന്ന് ചോദിക്കും. അതായത് എങ്ങനെ ഇത് സാധിക്കും. അവരുടെ ലോജിക്കൽ അവർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ, അവരുടെ ഇപ്പോഴത്തെ സാമ്പത്തിക വരുമാനം വെച്ചിട്ട് ചിലപ്പോൾ അവർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്കും അവർക്ക് ഒരുപക്ഷെ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ വരുമ്പോഴത്തേക്കും അവർ പെട്ടെന്ന് വീണ്ടും അവരൊരു മെൻ്റൽ സഫറിങ്ങിലേക്ക് പോകും. അവർ വളരെ ലോജിക്കലായിട്ട് ചിന്തിക്കും. ഹൗ എന്നെപ്പോഴും അവർ ചോദിച്ചുകൊണ്ടിരിക്കും. എന്നാൽ ലെവൽ 3യിലുള്ള ആളുകൾ ഒരിക്കലും ഹൗ എന്നൊരു ക്വസ്റ്റ്യൻ അവർക്കില്ല. അവരെപ്പോഴും ഒരു സറണ്ടർ മോഡിലായിരിക്കും. അവരിലേക്ക് അവരാഗ്രഹിക്കുന്ന കാര്യങ്ങൾ അവരിലേക്ക് എത്തും, അല്ലെങ്കിൽ ആ ഒരു സ്റ്റേറ്റിലാണ് അവരെപ്പോഴും ആ ഒരു സംതൃപ്തി ജീവിതത്തിൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളായിരിക്കും എന്നുള്ളതാണ്. ഇനി ലെവൽ 1ലുള്ള ആളുകളാണ് എന്ന് വിചാരിക്കുക. ലെവലിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ മാനിഫെസ്റ്റ് ചെയ്യുന്നതും അതേപോലെയുള്ള സാഹചര്യങ്ങളായിരിക്കും. അതേപോലെയുള്ള ആളുകളെ ആയിരിക്കും അവർ കൂടുതൽ കണ്ടുമുട്ടുക. കാരണം അവരുടെ ചിന്തകൾ എന്ന്
ചിന്തകൾ സംഭവിക്കുന്നത് ഈ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിൽ നിന്നാണ്. അവരുടെ സംസാരം സംഭവിക്കുന്നതും ഈ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിൽ നിന്നാണ്. അപ്പോൾ അവരിൽ നിന്നുണ്ടാകുന്ന ആക്ഷനും ഇൻസ്പയർഡ് ആക്ഷനും ഇതേപോലെ തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്ന എക്സ്പീരിയൻസും ഇതേപോലെ തന്നെ നിരാശാജനകമായ അല്ലെങ്കിൽ വേദന ഉണ്ടാക്കുന്ന അനുഭവങ്ങളായിരിക്കും അവർക്ക് ജീവിതത്തിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുക. ഇനി ലെവൽ 3യിലുള്ള ആൾക്കാരായിക്കോട്ടെ, അവർക്കും ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും അവർ ജീവിതത്തെ കാണുന്നത് മറ്റൊരു തരത്തിൽ ആണ്. അപ്പോൾ അവർക്ക് ഈ ജീവിതത്തിൽ നിന്ന് അവരിലുണ്ടാവുന്ന ആ ഒരു അവരിൽ കൂടുതലുണ്ടാകുന്ന ആ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് എന്ന് പറയുന്നത് ആ ഒരു ഫ്ലോ സ്റ്റേറ്റാണ്. ആ ഒരു അൺകണ്ടീഷണൽ ആയിട്ടുള്ള ആ ഒരു സറണ്ടർ മോഡിലുള്ള ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ഡോമിനേറ്റ് ചെയ്ത് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരിലുണ്ടാകുന്ന ആ ഒരു ഇൻസ്പയർഡ് ആക്ഷൻ എന്ന് പറയുന്നത് ആ ഒരു ഫ്ലോ സ്റ്റേറ്റിൽ നിന്നുണ്ടാവുകയും അപ്പോൾ അവർക്ക് ജീവിതത്തിൽ നിന്നും അവർക്ക് കിട്ടുന്ന ആ ഒരു റിസൾട്ട് അല്ലെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് സിമിലർ ആയിട്ടുള്ള ജോയ്ഫുൾ ആയിട്ടുള്ള സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരിക്കും അവർ കൂടുതൽ അവർ ലൈഫിൽ നിന്നും എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതെങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്? ഇതൊരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ്. എന്താണ് ഇങ്ങനെ ഓരോ ആളുകൾക്കും ഡിഫറൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസസ് ഉണ്ടാകുന്നത്? അപ്പം നമുക്കിതേക്കുറിച്ചൊന്ന് നോക്കാം. ഇതിനെ ഒരു സയൻറ്റിഫിക്കായിട്ട് നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം നമുക്കറിയാം. ഇതിൻ്റെയൊക്കെ ഉറവിടം, നമ്മുടെ ചിന്തകളുടെ ഉറവിടമെന്ന് പറയുന്നത് നമ്മുടെ മനസ്സാണ് എന്നെപ്പോഴും പറയാറുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും പറയാറുണ്ട്, ഞാൻ ഇങ്ങനെ ചെയ്തു പോയി, അല്ലെങ്കിൽ എൻ്റെ മനസ്സ് അങ്ങനെ എന്നോട് പറഞ്ഞു, അല്ലെങ്കിൽ എൻ്റെ മനസ്സ് എപ്പോഴും എന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഇതെപ്പോഴും നമ്മൾ പലപ്പോഴും കേൾക്കാറുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് മനസ്സിനെക്കുറിച്ചൊന്ന് കാണാം. എന്താണ് മനസ്സ് എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. മനസ്സ് എന്താണ് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കറിയാം, മനസ്സിനെ നമുക്ക് കാണാൻ കഴിയില്ല, എവിടെയാണ് ഇരിക്കുന്നതെന്ന് അറിയില്ല, നമുക്ക് തൊട്ട് നോക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ അതിനെ നമുക്ക് മെഷർ ചെയ്യാൻ കഴിയില്ല. എന്നാൽ നമുക്ക് മനസ്സെന്താണ് എന്ന് നമുക്ക് നോക്കാം. മനസ്സ് എന്നത് ബ്രെയിൻ ഇൻ ആക്ഷനാണ്. അതായത് നമ്മുടെ തലച്ചോറിൽ ചില രാസപ്രവർത്തനങ്ങൾ നടക്കുമ്പോഴാണ് നമ്മൾ അത് മനസ്സായിട്ട് അനുഭവിക്കുന്നത്. നമുക്ക് പെട്ടെന്നൊരു വിഷമം ഉണ്ടായി, അപ്പോൾ നമ്മുടെ തലച്ചോറിൽ നിന്നൊരു പ്രത്യേക തരത്തിലുള്ള ചില രാസപ്രവർത്തനങ്ങൾ ഉണ്ടാകുമ്പോഴാണ് അതൊരു വിഷമമാണ് എന്ന് നമ്മുടെ ശരീരത്തിൽ കൂടെ നമ്മളത് അനുഭവിക്കുന്നത്. നമുക്ക് സന്തോഷം വരുമ്പോഴും അതുപോലെ തന്നെയാണ്. നമ്മുടെ തലച്ചോറ് ഒരു പ്രത്യേക ചില രാസപ്രവർത്തനങ്ങൾ പുറത്തേക്ക് വിടുമ്പോഴേക്കും അതനുസരിച്ച് നമ്മുടെ ബോഡി തിരിച്ചറിയുകയും നമ്മുടെ ബോഡി സന്തോഷം എന്ന് പറയുന്ന ആ ഒരു ഫീലിംഗ് നമുക്ക് തരികയും നമ്മളത് എക്സ്പീരിയൻസ് ചെയ്യുകയും ചെയ്യും. ഇതെല്ലാം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിലൂടെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം, നമ്മുടെ ഒരു ചിന്തകൾ എന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം. കാരണം നമ്മുടെ തലച്ചോറിൽ നടക്കുന്ന ചില രാസപ്രവർത്തനങ്ങളാണ് നമ്മൾ ചിന്തകളായിട്ട് അനുഭവിക്കുന്നത് എന്ന് നമ്മൾ മുമ്പ് പറയുകയുണ്ടായി. ഇതിലൊരു ന്യൂറോ സയൻസിലേക്ക് നമ്മൾ കടന്നാൽ, നമ്മുടെ തലച്ചോറ് എന്നത് ഏകദേശം 96 ബില്യൺ ന്യൂറോൺസാണ് നമ്മുടെ തലച്ചോറിൽ ഉള്ളത്. അത് പലതരത്തിലുള്ള ശൃംഖലകളായി, നെറ്റ്വർക്കുകളായി പരസ്പരം കണക്ട് ചെയ്ത് കിടക്കുകയാണ്. ഞാനൊരു ഇലക്ട്രോണിക്സ് എഞ്ചിനീയറാണ്. ഞാനിതിനെ നമ്മുടെ തലച്ചോറിനെ അല്ലെങ്കിൽ ഈ ന്യൂറൽ പാതകളെ ഒരു സർക്യൂട്ടായിട്ട് കാണുകയാണ് എന്ന് വിചാരിക്കുക. നമുക്ക് എന്താണോ ഇൻപുട്ട് കൊടുക്കുന്നത് അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ആ സർക്യൂട്ട് എന്താണ് അതിനെ ആശ്രയിച്ചിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഈ സർക്യൂട്ട് എന്ന് പറയുന്നത് നമ്മുടെ ന്യൂറൽ പാതകളാണ്. നമുക്കിപ്പോൾ ഏകദേശം ഒരു 40 വയസ്സായിട്ടുള്ള ഒരാളാണ് എങ്കിൽ അയാളുടെ ന്യൂറൽ പാതകൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് അയാൾ ചെറുപ്പം മുതലേ അയാൾ അനുഭവിച്ചു വന്നിരിക്കുന്ന, അല്ലെങ്കിൽ അയാളുടെ ചുറ്റുപാടുകളിൽ നിന്നും, അയാളുടെ മാതാപിതാക്കളിൽ നിന്നും, അല്ലെങ്കിൽ അധ്യാപകരിൽ നിന്നും, കൂട്ടുകാരിൽ നിന്നുമൊക്കെ അയാൾ എടുത്തിട്ടുള്ള അയാളെക്കുറിച്ചുള്ള അഭിപ്രായം, അയാളെക്കുറിച്ചുള്ള ബിലീഫ്, അയാളെടുത്തിരിക്കുന്ന വാല്യൂസ്, ഇതിൻ്റെ എല്ലാം അയാൾ പഠിച്ചിരിക്കുന്ന കാര്യങ്ങൾ, ഇതിൻ്റെ എല്ലാം ഒരു ആകെത്തുകയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അത് വർഷങ്ങൾ കൂടുന്തോറും അത് ശക്തമായിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ ന്യൂറൽ നെറ്റ്വർക്കിൽ എന്താണ് സംഭവിക്കുന്നത്, അതനുസരിച്ചിട്ടാണ് നമ്മുടെ പെരുമാറ്റവും, അതനുസരിച്ചിട്ടാണ് നമ്മളുടെ സംസാരവും, അതനുസരിച്ചിട്ടാണ് നമ്മൾ ചുറ്റുപാടുകളിൽ നിന്നും അതിൻ്റെ ഒരു പ്രതിഫലനമാണ് ചുറ്റുപാടുകളിൽ നിന്നും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾക്ക് ഒരു മാറ്റം അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ നമ്മളിൽ സംഭവിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ സർക്യൂട്ട് എന്ന് പറയുന്ന ഈ ന്യൂറൽ പാതകൾ മാറിയാൽ മാത്രമാണ് നമുക്ക് സ്ഥിരമായ ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. നമുക്കറിയാം, നമ്മൾ ധാരാളം പുസ്തകങ്ങൾ വായിക്കാറുണ്ട്, ധാരാളം വീഡിയോസ്, സെൽഫ് ഹെൽപ്പ് അല്ലെങ്കിൽ മോട്ടിവേഷണൽ എന്ന് പറയുന്ന വീഡിയോസ് നമ്മൾ യൂട്യൂബുകളിൽ കാണാം. ഒരുപാട് കണ്ടൻറ്റുകൾ നമുക്ക് അവൈലബിൾ ആണ്. പക്ഷേ നമ്മളിത് വായിക്കുകയോ പഠിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ പോലും അത് അധിക കാലം നമ്മുടെ മനസ്സിൽ നിൽക്കില്ല. നമ്മളത് വായിക്കുന്നു,
അപ്പോൾ നമുക്ക് കൊള്ളാം, നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കും എന്ന് നമ്മൾ വിചാരിക്കുന്നു. പക്ഷേ ഏതാനും ദിവസങ്ങൾ കൊണ്ട് വീണ്ടും നമ്മൾ പഴയതുപോലെയായി മാറുകയാണ്. ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറാണ്. നമ്മുടെ ബ്രെയിനിൽ ഉള്ള ന്യൂറൽ പാതകളാണ് ഇതിന് കാരണക്കാരൻ. നോളജ് ഈസ് ഫോർ ദ മൈൻഡ് ആൻഡ് എക്സ്പീരിയൻസ് ഈസ് ഫോർ ദ ബോഡി എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾ എക്സ്പീരിയൻസായി നമ്മുടെ ബോഡിയിൽ പഠിക്കുമ്പോഴാണ് അത് പെർമനൻ്റ് ആയിട്ട് നമ്മുടെ ഒരു നോളജ്, നമ്മുടെ ഒരു വിസ്ഡമായി മാറുന്നത്. നമുക്ക് ശരിയെന്ന് തോന്നുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയാലും നമ്മുടെ ശരീരമാണ് അത് നമ്മളെക്കൊണ്ട് ചെയ്യിക്കാൻ അനുവദിക്കാത്തത്. ഉദാഹരണത്തിന് എല്ലാ ദിവസവും രാവിലെ ഒരു 5-5:30 എഴുന്നേൽക്കുകയും നമ്മൾ വർക്കൗട്ട് ചെയ്യുകയും ചെയ്യുന്നത് വളരെ നല്ലതാണ് എന്ന് നമുക്കറിയാം. പക്ഷേ നമ്മുടെ ശരീരത്തെ സംബന്ധിച്ചിടത്തോളം വർഷങ്ങളായി നമ്മൾ ശീലിച്ചു പോകുന്നത് നമ്മൾ രാവിലെ 8 മണിക്കാണ് എഴുന്നേൽക്കുന്നത് എങ്കിൽ നമ്മൾ പിറ്റേ ദിവസം നമുക്ക് തീരുമാനമെടുത്താൽ പോലും രാവിലെ ആകുമ്പോഴേക്കും എണീക്കാൻ നോക്കുമ്പോഴേക്കും വീണ്ടും ഇന്നുകൂടെ നമുക്കൊന്ന് വിശ്രമിക്കാം, അല്പസമയം അടുത്ത നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യാം എന്ന് നമ്മുടെ ശരീരമാണ് നമ്മളോട് പറയുന്നത്. ഇതിൻ്റെ കാരണം നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ബ്രെയിനിൽ ശക്തമായിട്ടുള്ള ന്യൂറൽ പാതകളാണ് നമ്മളെ ഈ ഒരു ശീലത്തിന് പിന്നിലുള്ള കാരണം. അതുപോലെ തന്നെ നമ്മുടെ ലൈഫിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്, ചിലപ്പോൾ സമ്പത്തിൻ്റെ പ്രശ്നമായിരിക്കും. പലപ്പോഴും സമ്പത്ത് നമ്മളിലേക്ക് വരികയും അതുപോലെ തന്നെ ഏതാനും മാസങ്ങൾക്ക് ശേഷം വീണ്ടും ആ സമ്പത്ത് നമുക്ക് നഷ്ടപ്പെടുകയും അല്ലെങ്കിൽ വീണ്ടും ഈ ഫിനാൻഷ്യൽ പ്രോബ്ലം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുകയും നമ്മൾ പലപ്പോഴും വന്നിട്ടുണ്ടാവാം. അപ്പോൾ നമ്മളൊന്ന് രക്ഷപ്പെട്ട് വരുന്നു, വീണ്ടും അതേ പ്രോബ്ലത്തിലേക്ക് ചാടുന്നു. ഇനി അതേപോലെ തന്നെ റിലേഷൻഷിപ്പ് ആണെങ്കിലും നമ്മളൊരു ബന്ധത്തിലേക്ക് കടക്കുന്നു, വീണ്ടും ആ റിലേഷൻഷിപ്പിന് ഒരു പ്രോബ്ലം വരുന്നു, വീണ്ടും ആ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആവുന്നു. ഇത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. ബിസിനസ് ആണെങ്കിലും ബിസിനസ്സിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു, നമ്മളത് ഡെവലപ്പ് ചെയ്ത് വരുന്നു, പിന്നീട് ഒരു ഘട്ടത്തിൽ ഒന്നെങ്കിൽ ഏതെങ്കിലും പാർട്ട്നേഴ്സുമായിട്ടൊരു പ്രശ്നം വരികയോ അല്ലെങ്കിൽ ഒരു സാമ്പത്തിക പ്രശ്നം വരികയോ വീണ്ടും ആ ബിസിനസ്സിന് ഒരു പ്രോബ്ലം വരികയോ ചെയ്യും. ഇത്തരം ലൂപ്പുകൾ നിങ്ങളുടെ ജീവിതത്തിൽ പതിവായി വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ കാരണം ന്യൂറൽ പാതകളാണ്. നിങ്ങളുടെ ശക്തമായ ന്യൂറൽ പാതകളാണ്, അതൊരു ലൂപ്പാണ്. ഈ ലൂപ്പാണ് വീണ്ടും വീണ്ടും ഈ ഒരേ പ്രശ്നത്തിലേക്ക് കടന്നു പോകുന്നത്. നമ്മൾ പറഞ്ഞത് നമ്മുടെ ന്യൂറൽ പാതകളാണ്, അതിശക്തമായ ന്യൂറൽ പാതകളെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. അപ്പോൾ നിങ്ങളിപ്പോൾ ലെവൽ 1 ആണെങ്കിൽ നിങ്ങൾ ഹാബിച്വലായിട്ട്, നിങ്ങൾ വർഷങ്ങളായിട്ട് നിങ്ങളുടെ ന്യൂറൽ പാതകൾ അങ്ങനെയായി മാറിയത് കൊണ്ടാണ് നിങ്ങൾക്ക് ഹാബിച്വലായിട്ട് ഇത്തരം ചിന്തകൾ തന്നെ, ഈ നിരാശയുടെയും വിഷമത്തിൻ്റെയും വേദനയുടെയും പരാതിയുടെയും ഒക്കെ ഈ ചിന്തകൾ വരാൻ കാരണം നിങ്ങളുടെ ഈ ന്യൂറൽ പാതകളാണ്. അതുപോലെ തന്നെയാണ് നിങ്ങളൊരു ഫ്ലോ സ്റ്റേറ്റിലായി മാറിയിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ ന്യൂറൽ പാതകളാണ് നിങ്ങൾക്ക് ചിന്തിക്കാതെ തന്നെ നിങ്ങളിലേക്ക് ആ ഒരു സന്തോഷവും സാറ്റിസ്ഫാക്ഷനും ഗ്രാറ്റിറ്റ്യൂഡും ഒക്കെ തരുന്നതും ഇതേ ന്യൂറൽ പാതകൾ തന്നെയാണ്. ഇത് നിങ്ങൾക്ക് ബോധപൂർവം ചിന്തിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളൊരു ഓട്ടോ പൈലറ്റിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റേറ്റിലേക്ക് മാറാൻ സഹായിക്കുന്നതും ഈ ന്യൂറൽ പാതകൾ തന്നെയാണ്. അപ്പോൾ ഇനി ഒരു ചോദ്യം, ഈ ന്യൂറൽ പാതകൾ, ഞാനിപ്പോൾ ലെവൽ 1 ആണ്, ഞാൻ ഒരുപാട് മെൻ്റൽ ട്രോമ അനുഭവിക്കുന്നുണ്ട്, ഒരുപാട് മെൻ്റൽ സഫറിങ് ഞാൻ അനുഭവിക്കുന്നുണ്ട്, എനിക്ക് മാറാൻ കഴിയുമോ? തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാറാൻ കഴിയും. ഈ ഏകദേശം ഒരു 20 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ശാസ്ത്രലോകം വിചാരിച്ചിരുന്നത് നമ്മുടെ ബ്രെയിൻ, നമ്മൾ വളർന്ന് മുതിർന്ന് കഴിയുമ്പോഴേക്കും, ബ്രെയിൻ മച്ചുറായി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ബ്രെയിനിന് കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കില്ല എന്നാണ്. അതായത് നമുക്കൊരു സ്വഭാവം രൂപീകൃതമായാൽ ആ സ്വഭാവം മാറാൻ ബുദ്ധിമുട്ടാണ് എന്നാണ് ശാസ്ത്രലോകം കരുതിയിരുന്നത്. എന്നാൽ കഴിഞ്ഞ 20 വർഷമായി ഇതിനെക്കുറിച്ച് ഒരുപാട് പഠനങ്ങൾ നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ തലച്ചോറിന് അല്ലെങ്കിൽ ഈ ന്യൂറൽ പാതകളെ നമുക്ക് മാറ്റാൻ കഴിയും എന്നാണ് പറയുന്നത്. തലച്ചോറിന് അങ്ങനെ മാറാൻ കഴിയുന്ന ആ ഒരു പോസിബിലിറ്റിക്കാണ് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. ഉദാഹരണത്തിന്, നിങ്ങൾ ഇപ്പോൾ ഡ്രൈവിംഗ് അറിയാത്ത ഒരാളാണ് എന്ന് വിചാരിക്കുക. അപ്പോൾ ഡ്രൈവിംഗ് അറിയാത്ത ഒരാൾ ഡ്രൈവിംഗ് പഠിക്കാൻ ആരംഭിക്കുമ്പോൾ തന്നെ നമ്മുടെ തലച്ചോറ് ഒരുപാട് റെസിസ്റ്റൻസ് നമുക്ക് തരും. കാരണം നമുക്ക് ആദ്യം തന്നെ നമ്മൾ ഡ്രൈവിംഗ് സീറ്റിലേക്ക് ഇരിക്കുമ്പോഴേക്കും നമുക്ക് ഒരുപാട് കൺഫ്യൂഷനാണ്. നമ്മളെങ്ങനെ ഗിയർ ചേഞ്ച് ചെയ്യണം, നമ്മളെങ്ങനെയാണ് ആക്സിലറേറ്റർ ചവിട്ടേണ്ടത്, ബ്രേക്ക് എപ്പോൾ ചവിട്ടണം, അതുപോലെ അതിനിടയ്ക്ക് നമുക്ക് സ്റ്റിയറിംഗ് വീല് പ്രോപ്പറായിട്ട് പോകണം, എതിരെ വാഹനങ്ങൾ വരുമ്പോൾ എന്ത് ചെയ്യണം. ബോധപൂർവ്വം നമ്മൾ ചിന്തിക്കുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് റെസിസ്റ്റൻസ് നമ്മുടെ ബ്രെയിൻ തരുന്നുണ്ട്. കാരണം നമ്മൾ അങ്ങനെ ചെയ്ത് ശീലിച്ചിട്ടില്ല. നമ്മുടെ ബ്രെയിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ന്യൂറൽ പാത ഇതുവരെ രൂപീകൃതമായിട്ടില്ല. പുതിയതായ ഒരു ന്യൂറൽ പാത സൃഷ്ടിക്കപ്പെടേണ്ടി വരുമ്പോൾ നമ്മുടെ ബ്രെയിൻ ചെയ്യുന്ന റെസിസ്റ്റൻസ് കൊണ്ടാണ് നമുക്ക് ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. സ്വാഭാവികമായിട്ടും നമുക്ക് ഡ്രൈവിംഗ് പഠിക്കണമെന്നും ഒരു നല്ലൊരു ഡ്രൈവർ ആവണമെന്നും നമുക്ക് സ്വന്തമായിട്ട് വാഹനം ഓടിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ട് വീണ്ടും വീണ്ടും ആ പരിശീലനം തുടരുകയും ഏകദേശം ഒരു 5000 കിലോമീറ്ററോളം ഒക്കെ നമ്മൾ വാഹനം ഓടിച്ചു കഴിയുമ്പോഴത്തേക്കും പിന്നീട് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത് എങ്ങനെയെന്ന് പോലും നമ്മൾ മറക്കും. നമ്മൾ പോലും അറിയാതെ നമ്മൾ ഗിയർ മാറുന്നു, നമ്മൾ പോലും അറിയാതെ നമ്മൾ വണ്ടിയുടെ ഹോങ്ക് ചെയ്യുന്നു, ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നു, കൂടെ ഇരിക്കുന്ന ആളുകളോട് സംസാരിക്കുന്നു. വളരെ എഫേർട്ട്ലെസ് ആയിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. എങ്ങനെയാണിത് സംഭവിച്ചത്? ഡ്രൈവിംഗ് പഠിക്കുന്നതിന് മുമ്പുള്ള ബ്രെയിൻ അല്ല, ഡ്രൈവിംഗ് പഠിച്ചതിന് ശേഷമുള്ള നമ്മുടെ ബ്രെയിൻ മാറിയിരിക്കുന്നു. പുതിയ ഒരു
സെറ്റ് ഓഫ് ന്യൂറൽ പാതകൾ അവിടെ ഒരു പുതിയ സർക്യൂട്ട് ഫോം ചെയ്തിരിക്കുന്നു. ആ സർക്യൂട്ട് ശക്തമായി കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് നിയർലി ഓട്ടോ പൈലറ്റായിട്ട് തന്നെ വാഹനത്തെ നമുക്ക് ഓടിക്കാൻ പറ്റി എന്നുള്ളതാണ്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ ഓരോ സാഹചര്യങ്ങളെയും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഹബിച്വലായിട്ട് നമ്മളൊരു ന്യൂറൽ പാത ഫോം ചെയ്തിരിക്കുന്നു. എന്നാൽ നമ്മൾ കോൺഷ്യസ്ലി ഡെലിബറേറ്റ് ആയിട്ട് നമ്മൾ ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് മാറ്റാൻ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും മാറാൻ സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഗുഡ് ന്യൂസ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഒരു പുതിയ സർക്യൂട്ട് ഫോം ചെയ്യുന്നത്, അല്ലെങ്കിൽ പുതിയൊരു ഹാബിറ്റ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് എന്ന് നമുക്ക് ലളിതമായിട്ട് ഒന്ന് നോക്കാം. നിങ്ങൾ ഒരു പുല്ല് പിടിച്ച് കിടക്കുന്ന മൈതാനത്തെ കുറുകെ നടന്നുകൊണ്ട് ഓപ്പോസിറ്റുള്ള ഒരു കടയിലേക്ക് സഞ്ചരിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ആദ്യം നമ്മൾ ആ പുല്ലിലൂടെ നടക്കുമ്പോൾ തീർച്ചയായിട്ടും അത് പുല്ലാണ്. ആ പുല്ലിലൂടെ നമ്മൾ പോകുമ്പോൾ ഒരു ചെറിയ പുല്ല് മാറി നിൽക്കുന്ന ഒരു ഫീലായിരിക്കും ആദ്യം ഉണ്ടാവുക. ഓരോ ദിവസവും അതിലൂടെ സഞ്ചരിക്കുകയാണ് എന്ന് വിചാരിക്കുക. നമ്മൾ ഏകദേശം ഒരു 5 ദിവസമൊക്കെ സഞ്ചരിക്കുമ്പോഴത്തേക്കും നമുക്ക് നോക്കുമ്പോൾ അവിടെ ഒരു ചെറിയ ഒരു വഴി പോലെ രൂപപ്പെട്ട് കിടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമ്മൾ ആ വഴിയിലൂടെ ഒരു ദിവസം തന്നെ പലതവണ നടന്നു തുടങ്ങുക എന്ന് വിചാരിക്കുക. പിന്നീട് അവിടുത്തെ പുല്ലുകൾ പതുക്കെ ഇല്ലാതാവുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നീട് നമ്മൾ ഒരാളല്ല, അതിലൂടെ പല ആളുകൾ ഒരേ സമയത്ത് സഞ്ചരിച്ച് തുടങ്ങുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ആ വഴി വലുതായി വരികയും പിന്നീട് അതിലേക്ക് പുല്ലുപോലും മുളയ്ക്കാതെ വളരെ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു വഴിയായി മാറുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ന്യൂറൽ പാതകൾ. നമ്മൾ ഒരേ വഴിയിലൂടെ പലതവണ സഞ്ചരിച്ച് കഴിയുമ്പോഴത്തേക്കും ആ ന്യൂറൽ പാതകൾ ശക്തമായി മാറുന്നു. അതുപോലെ തന്നെയാണ് നമ്മൾ പരിശീലിക്കേണ്ട ഒരേ കാര്യം തന്നെ നമ്മൾ പലതവണ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പരിശീലിച്ച് കഴിയുമ്പോഴാണ് അത് ശക്തമായൊരു ന്യൂറൽ പാതയാവുകയും അതൊരു പെർമനൻ്റ് ആയിട്ടുള്ളൊരു മാറുകയും ചെയ്യുന്നത്. ഇതാണൊരു ഹ്യൂമൻ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഒരാളിൽ നിന്ന് മറ്റൊരാളായി മാറണം. അപ്പോൾ മറ്റൊരാളായി മാറിക്കഴിയുമ്പോൾ നമ്മുടെ കുറേ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ കളഞ്ഞു കഴിയുമ്പോഴാണ് നമ്മൾ പുതിയ ഒരാളായി മാറുന്നത്. അപ്പോൾ അങ്ങനെ പുതിയ ഒരാളായി മാറുമ്പോഴാണ് നമുക്കൊരു മാറ്റം പെർമനൻ്റ് ആയിട്ട് മാറുകയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും അതുകൊണ്ടാണ് നമ്മൾ ക്വിക്കായിട്ടൊരു മോട്ടിവേഷൻ കണ്ടതുകൊണ്ടോ അല്ലെങ്കിൽ ക്വിക്കായിട്ടൊരു പുസ്തകം വായിച്ചതുകൊണ്ടോ നമുക്ക് പെട്ടെന്നൊരു മാറ്റം അനുഭവപ്പെടാത്തതിൻ്റെ കാരണം ഇതുകൊണ്ടാണ്. നമ്മൾ ആ ആളായി മാത്രമാണ് ഇപ്പോഴും നിൽക്കുന്നത്. നമ്മൾ മറ്റൊരാളായി മാറണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ന്യൂറൽ പാതകളിൽ ശക്തമായ മാറ്റങ്ങൾ വരുമ്പോഴാണ് നമ്മൾ മറ്റൊരാളായി മാറുന്നത്. സ്റ്റഡി നടത്തിയതിൽ ഒരു ബാസ്ക്കറ്റ്ബോൾ ടീമിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഗ്രൂപ്പ് എ, ഗ്രൂപ്പ് ബി, ഗ്രൂപ്പ് സി. ഇതിൽ ഗ്രൂപ്പ് എ ഓട് പറഞ്ഞു, നിങ്ങൾ പ്രത്യേകിച്ച് ഒരു പരിശീലനവും ചെയ്യേണ്ട, എല്ലാ ദിവസവും നിങ്ങളുടെ നോർമൽ ആക്ടിവിറ്റി ചെയ്യുക, ബാസ്ക്കറ്റ്ബോളിൻ്റെ ഒരു പരിശീലനവും നിങ്ങൾ ചെയ്യേണ്ട. ഗ്രൂപ്പ് ബിയോട് പറഞ്ഞു, നിങ്ങൾ പരിശീലിക്കുക, നിങ്ങൾ ഗ്രൗണ്ടിൽ വന്നിട്ട് പരിശീലിക്കുക, യഥാർത്ഥത്തിലുള്ള ബാസ്ക്കറ്റ്ബോൾ നിങ്ങൾ പരിശീലിക്കുക എന്ന് പറഞ്ഞു. ഇനി ഗ്രൂപ്പ് സിയോട് പറഞ്ഞു, ഗ്രൗണ്ടിൽ നിങ്ങൾ പരിശീലിക്കേണ്ട, നിങ്ങളത് മൈൻഡിൽ എല്ലാ സെൻസസും ഉപയോഗിച്ച് നിങ്ങൾ ബാസ്ക്കറ്റ്ബോൾ കളിക്കുന്നതും ആ ത്രോ ചെയ്യുന്നതും അത്ര കൃത്യമായിട്ട് ബാസ്ക്കറ്റ് ചെയ്യുന്നതും നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് അത് കണ്ടുകൊണ്ടിരിക്കുക, നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക. കണ്ടുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ വെറുതെ വിഷ്വലൈസ് ചെയ്യുകയല്ല, നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക. അതായത് യഥാർത്ഥത്തിൽ നിങ്ങൾ ആ ഗ്രൗണ്ടിലിരുന്ന് എങ്ങനെയാണ് ആ ബോൾ ത്രോ ചെയ്യുക, ആ ബോൾ കറക്റ്റായിട്ട് ആ ബാസ്ക്കറ്റിൽ വീഴുമ്പോഴേക്കും എന്തായിരിക്കും നിങ്ങളുടെ ബോഡി എക്സ്പീരിയൻസ് ചെയ്യുക എന്ന് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക. നിങ്ങൾ മൈൻഡിൽ നിങ്ങളത് റിഹേഴ്സ് ചെയ്യുക, മെൻ്റൽ റിഹേഴ്സ് ചെയ്യുക എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പരിശീലനം അവരോട് ഏകദേശം 1 മാസത്തോളം ഈ ഒരു ആക്ടിവിറ്റി ചെയ്യാനും പറഞ്ഞു. അതിനുശേഷം റിയൽ ഗ്രൗണ്ടിൽ കളിക്കാൻ നോക്കിയപ്പോൾ ഇവരുടെ പെർഫോമൻസ് അനലൈസ് ചെയ്തപ്പോൾ ആദ്യത്തെ എ എന്ന് പറയുന്ന ആ ഗ്രൂപ്പിൽ അവർക്ക് കാര്യമായിട്ടുള്ള കളിയിൽ ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും വന്നിട്ടില്ല എന്ന് മനസ്സിലായി. ബി എന്ന് പറയുന്ന ഗ്രൂപ്പ്, അതായത് അവരോട് നോർമലായിട്ട് ഗ്രൗണ്ടിൽ പ്രാക്ടീസ് ചെയ്യാൻ പറഞ്ഞ ഗ്രൂപ്പിൽ അവർക്ക് കളിയിൽ 25% ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായി. സി എന്ന് പറയുന്ന ഗ്രൂപ്പ്, അതായത് വിഷ്വലൈസ് ചെയ്യാൻ പറഞ്ഞ അല്ലെങ്കിൽ മെൻ്റൽ റിഹേഴ്സ് ചെയ്യാൻ പറഞ്ഞ ഗ്രൂപ്പിനോട് പറഞ്ഞു, അവരുടെ പെർഫോമൻസ് അനലൈസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർക്ക് 23% ഏതാണ്ട് ഗ്രൗണ്ടിൽ പ്രാക്ടീസ് ചെയ്ത അതേ ശതമാനത്തോളം ആ കളി ഇമ്പ്രൂവ്മെൻ്റ് ആയി എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായിരിക്കും ഇതിൻ്റെ കാരണം? ഇതിൻ്റെ കാരണമെന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിന്, ബോഡിക്ക് നമ്മൾ എക്സ്പീരിയൻസ് ആയിട്ട് നമ്മുടെ 5 സെൻസറി ഓർഗൻസ് കൊണ്ട്, കാത്, കണ്ണ്, നാവ്, ഗന്ധം, ഇതിലൂടെയൊക്കെ റിയലി നമ്മൾ ആ ഒരു ഇവൻ്റ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് പോലെ ബ്രെയിനിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആക്ച്വലി നമ്മുടെ ബ്രെയിൻ അറിയില്ല ഇതൊരു ആക്ച്വൽ ഇവൻ്റ് ആണോ അതോ ഒരു ഇമാജിനറി ഇവൻ്റ് ആണോ എന്നുള്ളത്. നമ്മുടെ ബോഡി പ്രവർത്തിക്കുന്നത് എക്സാക്ട്ലി അതുപോലെ ആ അവസ്ഥയിലൂടെ കടന്നു പോകുന്നത് പോലെയാണ് നമ്മുടെ ബോഡി പ്രവർത്തിക്കാൻ തുടങ്ങും. അതുപോലെ നമ്മുടെ തലച്ചോറ് പ്രവർത്തിക്കാൻ തുടങ്ങും. അതിനനുസൃതമായിട്ടുള്ള കെമിക്കൽസ് നമ്മുടെ തലച്ചോറ് ബോഡിക്ക് കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ആ ഒരു വിന്നിങ് മൊമെൻറ്റ് എന്ന് പറയുന്നത് കൃത്രിമമായിട്ട് നമ്മളിൽ സൃഷ്ടിക്കാൻ കഴിയും എന്നാണ് തെളിയിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇതേ പരിശീലനം തന്നെ അത്ലീറ്റ്സ് ഒളിമ്പിക്സ് പോലെയുള്ള മത്സരങ്ങളിൽ പങ്കെടുക്കുമ്പോൾ അവരുടെ ഫിസിക്കൽ ആക്ടിവിറ്റിയോടൊപ്പം തന്നെ അവർ പരിശീലനം ചെയ്യുന്നതാണ് ആ ഒരു വിന്നിങ് മൊമെൻറ്റ് എന്ന് പറയുന്നത്. ആ ഒരു വിന്നിങ് മൊമെൻറ്റ് എങ്ങനെയായിരിക്കും എന്ന് അവർ ബോഡിയെ പലതവണ പഠിപ്പിക്കും. മത്സരത്തിൽ 1ാം സമ്മാനം അവർക്ക് കിട്ടുന്നതും ഫസ്റ്റ് പ്ലേസ് അടിച്ചു കഴിയുമ്പോഴത്തേക്കും
മെഡൽ റിസീവ് ചെയ്യുന്നതും കാണികളുടെ ആരവവും ഇതൊക്കെ അവർ പലതവണ മെൻ്റൽ റിഹേഴ്സൽ അവരുടെ ബ്രെയിന് കൊടുക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളവിടെ ആ ഒരു ഒന്നാം സ്ഥാനത്ത് എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ പലതവണ നമ്മുടെ ബ്രെയിൻ അവിടെ മെൻ്റലി പോയി കഴിഞ്ഞു, റിഹേഴ്സ് ചെയ്ത് പോയി കഴിഞ്ഞു. ബ്രെയിൻ എഗെയിൻ അറിയില്ല ഇത് ആക്ച്വൽ ആണോ അതോ ഇമാജിനറി ആണോ എന്നുള്ളത്. അപ്പോൾ ഇതൊരു പ്രൊഡക്ടിവിറ്റി ടൂളാണ്, വിന്നിങ് മൊമെൻറ്റിലേക്ക് നമ്മളെ എത്തിക്കാൻ സഹായിക്കും എന്നാണ് പറയപ്പെടുന്നത്. ഇത് അത്ലീറ്റ്സും അതുപോലെ തന്നെ പൊളിറ്റീഷ്യൻസും ഹൈ പെർഫോമിംഗ് ആയിട്ടുള്ള പല ആളുകളും അവരുടെ ലൈഫിൽ പരിശീലിക്കുന്നതാണ്. പ്രാക്ടിക്കലി നമ്മൾ സാധാരണ ജീവിക്കുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുടെ നടുവിൽ നിന്നാണ് പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലെ ആഗ്രഹങ്ങളൊക്കെ നമ്മൾ നേടാൻ ഓടി നടക്കും. അപ്പോൾ പലപ്പോഴും നമ്മൾ ഒരുപാട് പ്രശ്നങ്ങളുടെ നടുവ് നമ്മൾ കാണുമ്പോൾ നമ്മുടെ ചുറ്റുപാടുകൾ ഒരുപാട് പ്രശ്നങ്ങൾ, ഇപ്പോൾ സാമ്പത്തിക പ്രശ്നം ഉണ്ടാവാം, ആരോഗ്യ പ്രശ്നം ഉണ്ടാവാം, നമുക്ക് റിലേഷൻഷിപ്പിൻ്റെ പ്രശ്നങ്ങൾ, ബിസിനസ്സിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഇവിടെയൊക്കെ നിന്നുകൊണ്ടാണ് നമ്മൾ വലിയ സ്വപ്നങ്ങൾ കാണുന്നതും വലിയ വലിയ ആഗ്രഹങ്ങളിലേക്ക് പോകാനും ഒക്കെ നമ്മൾ ശ്രമിക്കുന്നത്. അപ്പോൾ പലപ്പോഴും നമ്മൾ ഈ പ്രശ്നങ്ങളുടെ നടുവിൽ നിൽക്കുമ്പോഴാണ് നമുക്ക് എപ്പോഴും അതൊരു ചലഞ്ചായി മാറുന്നത്. നമുക്ക് ഈ പറയുന്ന പ്രിൻസിപ്പിൾസൊക്കെ അറിയാം, മാനിഫെസ്റ്റേഷൻ പ്രിൻസിപ്പിളൊക്കെ നമുക്കറിയാമെങ്കിൽ കൂടിയും നമ്മൾ ഈ ചലഞ്ചസിൻ്റെ നടുവിൽ നിൽക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ആഗ്രഹിച്ച ആ ഒരു കാര്യത്തിലേക്ക് പോവുക, ഇതെല്ലാം റിയൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ തന്നെയാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു സാധാരണ ഒരാൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്താണ് സംഭവിക്കുക? അപ്പോൾ അദ്ദേഹം ലെവൽ 1 ഒരാളാണെന്ന് വിചാരിക്കുക. മൈൻഡ് എന്ന് പറയുന്നത് ബ്രെയിൻ ഇൻ ആക്ഷനാണ് എന്ന്. അപ്പോൾ നമ്മൾ രാവിലെ ഉണരുമ്പോൾ എന്താണ് സംഭവിക്കുക? നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ബ്രെയിനിൽ ഓൾറെഡി ന്യൂറൽ പാതകൾ പരസ്പരം കണക്ട് ചെയ്ത് നടക്കുന്ന ന്യൂറൽ പാതകൾ നമുക്ക് തരുന്ന ആ സിഗ്നൽ എന്ന് പറയുന്നത് ലെവൽ 1 ഒരാളുടെ ആണെങ്കിൽ അന്ന് ചെയ്യേണ്ട നമ്മുടെ കാര്യങ്ങൾ ചിലപ്പോൾ EMI അടയ്ക്കാനുണ്ടാവാം, നമ്മുടെ ഫണ്ട് ഉണ്ടാവില്ല, ചിലപ്പോൾ നമുക്ക് ബിസിനസ്സിൽ ഒരു വലിയ ചലഞ്ച് ഇന്ന് ഫേസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ സൊല്യൂഷൻ എന്താണ് എന്ന് നമുക്കറിയില്ല. റിലേഷൻഷിപ്പ് മറ്റുള്ള ആളുകളുമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവാം, നമ്മൾ ചിലപ്പോൾ അവരോട് ചിലപ്പോൾ സംസാരിക്കേണ്ടതായ ചില പ്രശ്നങ്ങളുണ്ടാവാം. ഇപ്പോൾ ഇതൊക്കെ ഇങ്ങനെയുള്ള ഒരുപാട് ഭാരമായിട്ടാണ് നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നത് എങ്കിൽ നമ്മുടെ ബ്രെയിൻ ഇൻ ആക്ഷൻ നമുക്ക് തരുന്ന ചിന്തകൾ എന്ന് പറയുന്നത് വളരെയധികം ലോഡ് തരുന്ന, അല്ലെങ്കിൽ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ട് തരുന്ന ചിന്തയിലൂടെ ആയിരിക്കാം ഒരുപക്ഷെ രാവിലെ നമ്മൾ ഉണരുന്നത്. അപ്പോൾ നമ്മുടെ ശരീരത്തിന് മനസ്സ് കൊടുക്കുന്ന ആ ഒരു ഇമോഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? തീർച്ചയായിട്ടും നമുക്ക് വിഷമം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ നമുക്ക് വേദന തരുന്ന അതേ ഇമോഷനായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ഡിസംപവർ ചെയ്യുന്ന സെൽഫ് ഡൗട്ട് തരുന്ന ചിന്തകളായിരിക്കും നമുക്ക് രാവിലെ തരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻസ്പയർഡ് ആക്ഷൻ എന്ന് പറയുന്നതും ഇതിനെ കറസ്പോണ്ട് ചെയ്തിട്ടുള്ളതാവാം. ഒരുപക്ഷെ നമുക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആ ഒരു ഡിസംപവറിങ് ആയിട്ടുള്ള ഒരു ചിന്ത കൊണ്ട് തന്നെ ചിലപ്പോൾ നമുക്ക് ഒരാളെ ഫോൺ വിളിക്കാൻ നമ്മൾ ശ്രമിക്കാം, പക്ഷേ നമ്മളത് ഫോൺ വിളിക്കില്ല. അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് യാത്ര ചെയ്യണമെന്നായിരിക്കും നമ്മൾ വിചാരിക്കുന്നത്. ചിലപ്പോൾ നമ്മുടെ മനസ്സ് നമുക്ക് വളരെ ഡിസപ്പോയിൻമെൻറ്റ് തരുന്ന, അല്ലെങ്കിൽ ഒരു ഡിസംപവർ ചെയ്യുന്ന ഒരു മനസ്സ് നമുക്ക് തരുന്നതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ ആ യാത്ര വേണ്ടെന്ന് വയ്ക്കും. അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഒരു പ്രൊജക്റ്റ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നതായിരിക്കാം, ചിലപ്പോൾ നമ്മൾ 2 ദിവസത്തേക്ക് മാറ്റി വയ്ക്കാം. അങ്ങനെ നമ്മളിൽ നിന്നുണ്ടാകുന്ന ആ ഒരു ഇൻസ്പയർഡ് ആക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഇൻസ്പയർഡ് ആക്ഷൻ അങ്ങനെ ആവുന്നത് കൊണ്ട് തന്നെ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന ആ ഒരു ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ആക്ഷൻ എന്ന് പറയുന്നത്, അപ്പോൾ നമ്മൾ ഇന്നൊന്നും ചെയ്തിട്ടില്ലല്ലോ, ആഗ്രഹിച്ച കാര്യം നടന്നില്ലല്ലോ, അല്ലെങ്കിൽ നമുക്കിന്ന് പേയ്മെൻറ്റ് അടയ്ക്കാൻ പറ്റിയില്ലല്ലോ. അപ്പോൾ ഇത് വീണ്ടും നമ്മുടെ ബോഡി നമ്മുടെ ബ്രെയിനിലേക്ക് വീണ്ടും ശക്തമായിട്ട് കൊടുക്കുകയാണ്, നിങ്ങൾ EMI കൊടുക്കാൻ പറ്റാത്ത, നിങ്ങൾ ഡിസപ്പോയിൻറ്റഡ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ നമ്മൾ വീണ്ടും വാലിഡേറ്റ് ചെയ്യുകയാണ്, നിങ്ങൾ ഇന്ന ഒരാളാണ്, ഇപ്പോൾ ഡിസപ്പോയിൻമെൻറ്റ് അനുഭവിക്കുന്ന, അല്ലെങ്കിൽ ജീവിതത്തിൽ വിജയിക്കാൻ പറ്റാത്ത ഒരാളായി മാറും എന്നുള്ള ഒരു ചിന്ത വീണ്ടും വീണ്ടും ബ്രെയിനിലേക്ക് നമ്മൾ കൊടുക്കുകയും നമ്മളതിനെ വാലിഡേറ്റ് ചെയ്യുകയും ആണ് ചെയ്യുന്നത്. അതിനിടയ്ക്കായിരിക്കും ചിലപ്പോൾ നമ്മൾ പോസിറ്റീവായിട്ടുള്ളൊരു വീഡിയോ കാണുന്നതും ഇന്ന് മാറാമെന്ന് ചിന്തിക്കുന്നതും, പക്ഷേ നമ്മൾ വീണ്ടും EMIയുടെ കാര്യവും ലയബിലിറ്റിയുടെ പ്രശ്നവും ബിസിനസ്സിൻ്റെ പ്രശ്നവും ആരോഗ്യ പ്രശ്നമൊക്കെ ചിന്തിക്കുമ്പോൾ വീണ്ടും ആക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ മാറ്റിവെക്കും. ഇതിങ്ങനെ വർഷങ്ങൾ തുടരുന്നതുകൊണ്ടാണ് കഴിഞ്ഞ 5 വർഷമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാവുന്നില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം ഇതുകൊണ്ടാണ്, നിങ്ങളുടെ ന്യൂറൽ പാതകൾ അതിശക്തമായി നിങ്ങളെ ഡിസീവ് ചെയ്യുന്നതുകൊണ്ടാണ്. ഇനി മറിച്ച് നമ്മൾ മറ്റൊരു രീതിയിൽ അതിനെ ഒന്ന് കണ്ടു നോക്കും. നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നു, സിറ്റുവേഷൻസ് എല്ലാം നമുക്ക് പ്രശ്നങ്ങളിലാണ്, EMI അടയ്ക്കാനുണ്ട്, റിലേഷൻഷിപ്പിൻ്റെ പ്രശ്നങ്ങളുണ്ട്, ബിസിനസ്സിൻ്റെ പ്രശ്നങ്ങൾ, ഇതൊക്കെ ഉള്ള പ്രശ്നങ്ങൾ തന്നെയാണ്. ഇതൊന്നും നമുക്ക് കണ്ടില്ല എന്ന് നമുക്ക് വെക്കാൻ കഴിയില്ല, അതെല്ലാം അവിടെ തന്നെ ഉണ്ട്. പക്ഷേ നമ്മളൊരു മൊമെൻറ്റിൽ രാവിലെ നമ്മളൊന്ന് ഉണർന്നതിന് ശേഷം 10 മിനിറ്റോളം നമ്മുടെ എക്സ്റ്റേണൽ കണ്ടീഷൻസിനൊക്കെ നമ്മളൊന്ന് ഡിസ്കണക്ട് ചെയ്യുകയാണ് എന്ന് വിചാരിക്കുക. ആ ഡിസ്കണക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ മനസ്സിലേക്ക് ഫ്യൂച്ചറിൽ നമ്മൾ ആരാണ്, നമ്മുടെ ഈ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ ഉള്ള നമ്മൾ ആരാണ്, ഇമോഷണലി നമ്മുടെ ബോഡിയെ പഠിപ്പിക്കാൻ സാധിച്ചാൽ, ഇമോഷണലി നമ്മുടെ ബോഡിയെ പഠിപ്പിക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻസ് ആണ്. അതായത് റിയൽ ആയിട്ട് ഈ നിമിഷം ഈ മൊമെൻറ്റിൽ നമ്മൾ ആഗ്രഹിച്ച നമ്മുടെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്തിട്ട് നമ്മൾ ആഗ്രഹിച്ച മനോഹരമായ ആ ഒരു ജീവിതശൈലി നമ്മളിപ്പോൾ അനുഭവിക്കുന്നത് പോലെ ബ്രെയിനിനെ പഠിപ്പിക്കാൻ സാധിച്ചാൽ, അല്ലെങ്കിൽ നമ്മുടെ 5 സെൻസ് കൊണ്ട് നമ്മളത് അനുഭവിക്കുന്നത് പോലെ നമ്മുടെ ബ്രെയിനിന് കൊടുക്കാൻ സാധിച്ചാൽ, ബ്രെയിൻ ഒരു 10 മിനിറ്റത്തേക്കെങ്കിലും വിചാരിക്കും ഇതൊരു റിയൽ ആയിട്ടുള്ള സെനാരിയോ ആണ്. ഫ്യൂച്ചറിനെ നമ്മൾ വളരെ വ്യക്തമായി ആ ഫ്യൂച്ചറിലെ എൻഡ് ഇമോഷൻ എന്താണ് എന്ന് നമ്മുടെ ബ്രെയിനിനെ വീണ്ടും വീണ്ടും നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ ബ്രെയിൻ ഒരുപക്ഷെ വിചാരിച്ചു തുടങ്ങും ഇതൊരു റിയൽ ആയിട്ടുള്ള സെനാരിയോ ആണോ എന്നുള്ളത്. എങ്കിലും നമ്മുടെ ചുറ്റുമുള്ള പ്രശ്നങ്ങളെല്ലാം അവിടെ തന്നെ ഉണ്ട്,
അതങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ ഒരു 10 മിനിറ്റത്തേക്ക് നമ്മളിതിനെ ഒന്ന് ഡിസ്കണക്ട് ചെയ്യുകയാണ് എന്ന് വിചാരിക്കുക. ആ 10 മിനിറ്റിൽ അതിനകത്തുനിന്ന് ഉൾക്കൊള്ളുന്ന ഒരു ഇൻസ്പയർഡ് ആക്ഷൻ നമ്മൾ എടുക്കുകയാണ് എന്ന് വിചാരിക്കുക. നമ്മളതിനകത്തുനിന്ന് ഈ 10 മിനിറ്റിലെ നമ്മളിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു മെൻ്റൽ റിഹേഴ്സലിൽ നിന്നും നമ്മളെടുക്കുന്ന ആ ഒരു ഇൻസ്പയർഡ് ആക്ഷൻ എടുക്കുകയാണെന്ന് വിചാരിക്കുക. എന്തൊക്കെ എക്സ്റ്റേണൽ സിറ്റുവേഷൻ നമുക്ക് ചുറ്റുപാടുമുണ്ടെങ്കിലും ഞാൻ ആക്ഷൻ ചെയ്യുമെന്നും തീരുമാനിക്കുക എന്ന് വിചാരിക്കുക. അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ പതിയെ നിങ്ങൾക്ക് കിട്ടുന്ന ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് നിങ്ങൾ പതുക്കെ ഓരോന്ന് ചെയ്തു തുടങ്ങുന്നു. നിങ്ങൾ ഫോൺ ചെയ്യേണ്ട എന്ന് വിചാരിച്ച കാര്യം നിങ്ങൾ ചെയ്യാൻ തീരുമാനിക്കുന്നു. എനിക്കിന്ന് മൂഡില്ല, ഞാനിന്ന് ആ ഒരു മീറ്റിംഗ് ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുന്നതിന് പകരം ഇന്ന് മൂഡുണ്ടെങ്കിലും മൂഡില്ലെങ്കിലും ഞാൻ ആ മീറ്റിംഗ് ചെയ്യും എന്ന് തീരുമാനിക്കുന്നു. എൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇന്നൊരു മൂഡില്ല, ഞാനിന്ന് വർക്കൗട്ട് ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുന്നതിന് പകരം ഞാനിന്ന് വർക്കൗട്ട് ചെയ്യുന്നു എന്ന് തീരുമാനിക്കുന്നു. അപ്പോൾ ഈ തീരുമാനങ്ങൾ നമ്മൾ ചെയ്യുകയും അങ്ങനെ നമുക്ക് ഏകദേശം നമ്മുടെ ഏതെങ്കിലുമൊക്കെ കുറച്ച് കാര്യങ്ങളെങ്കിലും നമുക്ക് ആക്ഷൻ നമുക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ വൈകിട്ടാകുമ്പോഴേക്കും നമുക്ക് കിട്ടുന്ന ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ ഒരു പുതിയ ഒരാളിലേക്കുള്ള മാറ്റത്തിൻ്റെ ആദ്യത്തെ ഒരു ഫീഡ്ബാക്ക് നമുക്ക് പതിയെ കിട്ടിത്തുടങ്ങും. ഈ ഒരു മാറ്റം നമ്മുടെ തലച്ചോറിൽ ചെറിയ ഒരു ന്യൂറൽ പാത, ഒരു പുതിയ കണക്ഷൻസ് സൃഷ്ടിച്ചു തുടങ്ങും. പക്ഷേ ഇതുകൊണ്ടായില്ല. അടുത്ത ദിവസം നമ്മളിത് ചെയ്യാതിരുന്നാൽ അല്ലെങ്കിൽ 10 മിനിറ്റ് നമ്മൾ ഡിസ്കണക്ട് ചെയ്യാതിരിക്കുകയും പതുപോലെ നമ്മൾ എഴുന്നേൽക്കുകയും ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ പഴയ ആ ഒരു ലൂപ്പിലേക്ക് നമ്മൾ പ്രവേശിക്കും. പക്ഷേ നിങ്ങളൊന്ന് സങ്കല്പിക്കുക, ഇതേ കാര്യം നിങ്ങൾക്കൊരു 21 ദിവസം നിങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചാൽ ഒരു 10 മിനിറ്റോളം നിങ്ങളുടെ എക്സ്റ്റേണൽ കണ്ടീഷൻസിൽ നിന്ന് നിങ്ങളൊന്ന് ഡിസ്കണക്ട് ചെയ്യുകയും നിങ്ങളുടെ ഫ്യൂച്ചറിൽ നിങ്ങൾ എങ്ങനെയാണ് എന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങളൊന്ന് ഇൻസെപ്റ്റ് ചെയ്യുകയും അതിൽ നിന്ന് ഉൾക്കൊള്ളുന്ന ഇൻസ്പയർഡ് ആക്ഷൻ നിങ്ങൾ ചെയ്യും എന്ന് ഉറപ്പ് വരുത്തുകയും ചെയ്താൽ സ്വാഭാവികമായിട്ടും പതിയെ നിങ്ങളിൽ പുതിയ ന്യൂറൽ പാതകൾ സൃഷ്ടിക്കപ്പെടുകയും അത് പതിയെ ശക്തമാകാൻ തുടങ്ങുകയും ചെയ്യും. അപ്പോൾ പതിയെ നിങ്ങൾ ആ ഒരു മാറ്റം അനുഭവിച്ചു തുടങ്ങിയാൽ തീർച്ചയായിട്ടും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നതും പുതിയ കാര്യങ്ങളായിരിക്കാം. നിങ്ങൾ ഇതുവരെ അനുഭവിക്കാത്ത അല്ലെങ്കിൽ ഇതുവരെ പ്രതീക്ഷിക്കാതിരുന്ന നിങ്ങളുടെ ആ ഒരു വലിയ പ്രശ്നം നിങ്ങൾക്ക് സോൾവ് ആയിരിക്കാം ഒരു പക്ഷേ. കാരണം മറ്റൊന്നുമല്ല, നിങ്ങളിൽ നിന്നുണ്ടായ ഒരു ഇൻസ്പയർഡ് ആക്ഷനാണ് അതിൻ്റെ കാരണം. ഇതിനാണ് 21 ഡേയ്സ് മാനിഫെസ്റ്റേഷൻ ക്ലബ്ബ് എന്ന എൻ്റെ ഈ പ്രോഗ്രാമിൽ എല്ലാ ദിവസവും പരിശീലിക്കുന്നതും മെൻ്റൽ റിഹേഴ്സൽ എന്ന കാര്യമാണ്. അതായത് മെൻ്റൽ റിഹേഴ്സൽ എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, നമ്മുടെ ശരീരത്തെ, നമ്മുടെ ബ്രെയിനിനെ, നമ്മുടെ ഫ്യൂച്ചർ എന്താണ് എന്ന് നമ്മൾ കെമിക്കലി പഠിപ്പിക്കുകയാണ്. ഇതിനുള്ളൊരു പരിശീലനമാണ് 21 ഡേയ്സ് മാനിഫെസ്റ്റേഷൻ ക്ലബ്ബിൽ ചെയ്യുന്നത്. എല്ലാ ദിവസവും നിങ്ങളുടെ ഫ്യൂച്ചർ എന്താണ്, നിങ്ങളുടെ ഫ്യൂച്ചറിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതശൈലി എന്താണ്, നിങ്ങൾ എവിടെയാണ്, നിങ്ങൾ എന്തായിരിക്കും ചെയ്യുക, നിങ്ങൾ എത്രമാത്രം സമ്പത്തായിരിക്കും നിങ്ങൾ എൻജോയ് ചെയ്യുന്നത്, നിങ്ങളുടെ ബന്ധങ്ങൾ എങ്ങനെയായിരിക്കും, ഇതൊക്കെ ഏറ്റവും കൃത്യമായി നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾക്ക് പഠിപ്പിക്കാൻ സാധിച്ചാൽ നിങ്ങളിൽ നിന്നുണ്ടാകുന്ന ഇൻസ്പയർഡ് ആക്ഷനും അതിനനുസൃതമായിരിക്കും. അപ്പോൾ നമുക്ക് പെർമനൻ്റ് ആയിട്ടുള്ള ഒരു മാറ്റം സൃഷ്ടിക്കണം എന്നുണ്ടെങ്കിൽ പുതിയ ന്യൂറൽ പാതകൾ നമ്മളിൽ സൃഷ്ടിക്കുക മാത്രം ചെയ്താൽ പോരാ, ആ ന്യൂറൽ പാതകൾ നമ്മളിൽ എസ്റ്റാബ്ലിഷ് ചെയ്യണം, അത് ശക്തമായി മാറണം. അപ്പോൾ അത് ശക്തമായി മാറണം എന്നുണ്ടെങ്കിൽ റിപ്പിറ്റേഷനാണ് ഇതിൻ്റെ കീ എന്ന് നമ്മൾ മനസ്സിലാക്കി. ഒരേ വഴിയിലൂടെ പലതവണ നടക്കുമ്പോഴാണ് അവിടുത്തെ പുല്ല് ഇല്ലാതെയായി മാറുന്നത്. എന്നതുപോലെ തന്നെ ഒരേ കാര്യം, നമ്മുടെ ഫ്യൂച്ചർ എന്താണ്, ഫ്യൂച്ചറിനെ ഏറ്റവും മനോഹരമായി തലച്ചോറിനെ നമ്മൾ പഠിപ്പിച്ചു കഴിഞ്ഞാൽ തലച്ചോറ് ചിന്തിക്കുന്നത് നമ്മൾ അങ്ങനെ ഒരാളായി മാറി എന്നുള്ളതാണ്. അതിനനുസരിച്ചിട്ടായിരിക്കും തലച്ചോറ് നമുക്ക് തരുന്ന ഇൻസ്പയർഡ് ആക്ഷൻ. എന്താണ് നമ്മൾ ചെയ്യേണ്ടത് ഇതിനകത്തുനിന്ന് ഓവർകം ചെയ്യാനായിട്ട്? ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച ഒരു ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച ഒരു സമ്പത്ത്, നമ്മൾ ആഗ്രഹിച്ച ഒരു നല്ല ബന്ധങ്ങളൊക്കെ അതിലേക്ക് എത്താനൊക്കെ ആയിട്ട് എന്താണ് നമ്മൾ എല്ലാ ദിവസവും ചെയ്യേണ്ടത്? എങ്ങനെയാണ് നമുക്ക് ഈ ന്യൂറൽ പാതകളെ നമുക്ക് റീറൈറ്റ് ചെയ്യാൻ സാധിക്കുക? സ്റ്റെപ്പ് നമ്പർ 1 എന്ന് പറയുന്നത് നമ്മളൊരു മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിലേക്ക് പോവുക എന്നുള്ളതാണ്. അതായത് മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്യൂച്ചറിനെ കുറിച്ച് നമുക്ക് നല്ല വിഷൻസൊക്കെ ഉണ്ട്. നമ്മൾ വലിയ കോടികളുടെ ബിസിനസ് ചെയ്യുന്നു, നല്ല വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നു, ധാരാളം പണം നമ്മുടെ അക്കൗണ്ടിൽ കാണുന്നു, നമ്മൾ വിദേശ രാജ്യങ്ങളിൽ സഞ്ചരിക്കുന്നു. ഇതൊക്കെ നമ്മൾ സഞ്ചരിക്കുമ്പോഴും ഇതൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോഴും നമ്മുടെ പ്രസൻറ്റ് സെനാരിയോ നമുക്കിപ്പോൾ ഒരുപക്ഷെ ലയബിലിറ്റി ആയിരിക്കും നമുക്കുണ്ടാവുക. അപ്പം നമ്മുടെ മനസ്സ് അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെയധികം ബുദ്ധിമുട്ടും അല്ലെങ്കിൽ ഒരുപാട് റിജക്റ്റ് ചെയ്യും. നമ്മുടെ ലോജിക്കൽ മൈൻഡ് എന്ന് പറയുന്നത് അതിനെ റിജക്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് ഒന്നാമത്തെ ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെയാണ് ഇതിനെ വിശ്വസിപ്പിക്കാൻ സാധിക്കുക. നമുക്ക് വിഷനുണ്ട്, പക്ഷേ ആ വിഷനെ നമ്മൾ എങ്ങനെയാണ് വിശ്വസിപ്പിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ചലഞ്ച്. ഇത് വളരെ പ്രാക്ടിക്കലായിട്ടുള്ളൊരു കാര്യമാണ്. ഒന്നെന്ന് പറയുന്നത് നമുക്ക് മെഡിറ്റേറ്റീവ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ്. അപ്പോൾ നമ്മുടെ ബോഡി ഏറ്റവും റിലാക്സ് ആയിട്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ റിജക്ഷൻസ് അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ നിന്നുള്ള ഒബ്ജക്ഷൻസ് കുറയാൻ സാധ്യതയുള്ള സമയം എന്ന് പറയുന്നത്. അപ്പോൾ അത് ഏറ്റവും നല്ലതെന്ന് പറയുന്നത് രാവിലെ നമ്മൾ ഉണർന്നു വരുന്ന സമയവും അതുപോലെ തന്നെ നമ്മൾ ഉറങ്ങാൻ പോകുന്ന സമയവും അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലുമൊക്കെ ബോഡിക്ക് നല്ല വർക്കൗട്ട് ചെയ്തിട്ട് നല്ല എക്സസൈസ് ചെയ്തിരിക്കുന്ന സമയമാണ് ഏറ്റവും നല്ലത്. കാരണം നമ്മുടെ ബോഡി വളരെ റിലാക്സ്ഡ് ആയിട്ടിരിക്കും, നമ്മുടെ ബോഡിയുടെ മസിൽസ് റിലാക്സ്ഡ് ആയിട്ടിരിക്കുന്ന സമയമാണ് അത് ഏറ്റവും നല്ലത്. ഇനി നമുക്ക് അതേപോലെ തന്നെ ഒരു മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിലേക്ക് പോകുമ്പോഴത്തേക്ക് നമുക്ക് തന്നെ നമ്മുടെ ബ്രെയിൻ റീവയറിങ് മെഡിറ്റേഷനിൽ നമ്മൾ പറയുന്നത് പോലെ നമ്മുടെ ബോഡിയോട് തന്നെ നമ്മുടെ മസിൽസിനോട് നമുക്ക് റിലാക്സ് ചെയ്യാൻ പറയാം. നമ്മുടെ ബോഡിയോട് നമുക്ക് തന്നെ സംസാരിക്കാം, നമുക്ക് റിലാക്സ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഏതാനും ദീർഘശ്വാസം കൊടുക്കുകയും
പതിയെ നമ്മുടെ ബോഡി റിലാക്സ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കുകയും ചെയ്യാം. അപ്പോൾ ബോഡി റിലാക്സ് ആയിരിക്കുന്ന സമയത്താണ് നമ്മൾ പറയുന്ന കമാൻഡുകൾ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഈ വിഷൻ ഏറ്റവും നമ്മുടെ ബോഡിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ഏറ്റവും പോസിബിലിറ്റി ഉള്ളത്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് മൂവ് ബിയോണ്ട് യുവർ ഐഡൻറ്റിറ്റി. അതായത് നമ്മുടെ എക്സ്റ്റേണൽ കണ്ടീഷൻസ്, ഇപ്പോൾ ഉള്ള കണ്ടീഷൻസിൽ നിന്നും നമ്മളെ ഒന്ന് ഡിസ്കണക്ട് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക, എന്തുമാവട്ടെ നമ്മുടെ എക്സ്റ്റേണൽ കണ്ടീഷൻസ്, നമ്മളൊന്ന് ഇമാജിൻ ചെയ്യുക നമ്മുടെ ഒരു പ്യുവറസ്റ്റ് എനർജി ഫോമായിട്ട് നമ്മളെ ഒന്ന് കണ്ടു നോക്കുക. നമ്മൾ ആരാണ്, നമ്മുടെ പേരോ അല്ലെങ്കിൽ നമ്മുടെ ശരീരമോ അല്ലെങ്കിൽ നമ്മൾ എവിടെയാണ്, നമ്മൾ എന്താണ് ചെയ്യുന്നത്, അങ്ങനെ നമ്മുടെ ഐഡൻറ്റിറ്റിക്ക് അവിടെ യാതൊരു പ്രസക്തിയില്ല. നമ്മൾ ഒരു ഒരു ലൈറ്റ് ഫോമായിട്ടോ അല്ലെങ്കിൽ ഒരു പ്യുവർ എനർജിയുടെ ഫോമായിട്ടോ നമ്മളൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എക്സ്റ്റേണൽ സിറ്റുവേഷനിൽ നിന്ന് നമ്മളെ ഡിസ്കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും നമ്മുടെ ചുറ്റും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, നമ്മൾ പറഞ്ഞതുപോലെ തന്നെ. അപ്പോൾ ആ പ്രശ്നത്തിൽ നിന്നും നമ്മളെ സ്ലോലി നമ്മളൊന്ന് ഡിസ്കണക്ട് ചെയ്തിരിക്കുന്ന ഒരു മൊമെൻ്റാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഈ ഡിസ്കണക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ നമുക്ക് ധാരാളം പരിശീലനം ആവശ്യമാണ്. എങ്കിലും ഒരുപക്ഷെ നമ്മൾ ഈ ഡിസ്കണക്ട് ചെയ്യാൻ ഇരിക്കുന്ന സമയത്തായിരിക്കും നമുക്ക് ചിലപ്പോൾ നമ്മുടെ ബോഡിയുടെ ചില റിജക്ഷൻസ് വരാം, ചിലപ്പോൾ പുറത്തുനിന്ന് എന്തെങ്കിലും ശബ്ദം വരാം, അല്ലെങ്കിൽ നമുക്ക് സമയത്തെക്കുറിച്ച് സെൻസ് വരാം. എപ്പോഴാണ് ഈ മെഡിറ്റേഷൻ കഴിയുന്നത്, എപ്പോഴാണ് നമുക്ക് എണീക്കേണ്ടത്, ഇത് കഴിയുന്നത് എപ്പോഴായിരിക്കും, ഇത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്ത EMIയുടെ കോൾ വരുമോ, ഇങ്ങനെയൊക്കെ ചില ചിന്തകൾ വരാൻ സാധ്യതയാണ്. പക്ഷേ ഇത് നമ്മൾ പരിശീലിച്ച് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റേറ്റിൽ നിന്ന് നമ്മൾ ഡിസ്കണക്ട് ചെയ്തിട്ട് നമ്മളൊരു എനർജി ഫോമിലേക്ക് കാണാൻ സാധിക്കുമോ എന്നൊന്ന് ശ്രമിച്ചു നോക്കുക. അപ്പോൾ അങ്ങനെ എനർജി ഫോമിലേക്ക് നമ്മളെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എൻറ്റയർലി നമ്മൾ ആ ഫോമിലേക്ക് നമ്മൾ കുറച്ച് സമയം നമ്മുടെ ഒരു പ്യുവർ കോൺഷ്യസ്നെസ്, നമ്മുടെ ഒരു ബോധത്തെ നമ്മളൊന്ന് എൻജോയ് ചെയ്യുക. ആ ഒരു എനർജി ഫോമിലുള്ള ആ ഒരു ബോധം എന്ന് പറയുന്ന നമ്മുടെ ഒരു ലൈഫിനെ നമുക്കൊന്ന് എൻജോയ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഒന്ന് നോക്കുക. അപ്പോൾ നമ്മൾ ഈ ഡിസ്കണക്ട് ചെയ്തിരിക്കുന്ന അവസ്ഥയിലാണ് ചിലപ്പോൾ നമുക്ക് ബോഡി സെൻസേഷൻസും അതുപോലെ തന്നെ പുറത്തുനിന്നുണ്ടാകുന്ന കണ്ടീഷൻസൊക്കെ ചിലപ്പോൾ നമ്മുടെ ചിന്തയിൽ വരാം. പക്ഷേ അതിനെയൊക്കെ നമ്മളൊന്ന് ഡിസ്മിസ് ചെയ്ത് കളയുക, നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഇത് ചെയ്യുമ്പോഴും നമുക്ക് സ്വയം നമ്മളൊന്ന് ചിന്തിക്കുക, ഇത് നമ്മുടെ മെഡിറ്റേഷനെ കൂടുതൽ ഡീപ്പൻ ചെയ്യുന്നു എന്ന് നമ്മൾ മനസ്സിൽ വിചാരിക്കാവുന്നതാണ്. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ് ട്യൂൺ ഇൻ ടു ദ ഫ്യൂച്ചർ. നമ്മുടെ ഫ്യൂച്ചറുമായിട്ട് നമുക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് അലൈൻ ചെയ്യുക എന്ന് പറയുന്നതാണ് ഈ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയുടെ ആ ഒരു എനർജി നമ്മളൊന്ന് എൻജോയ് ചെയ്യുക. നമ്മൾ പറഞ്ഞല്ലോ, ഒരു പ്യുവറസ്റ്റ് ഫോമിൽ നമ്മുടെ എനർജിയിൽ ഇരിക്കുമ്പോൾ തന്നെ നമ്മുടെ എൻഡ് റിസൾട്ട് എന്താണ്, നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മുടെ ആ ഒരു ജീവിത ശൈലി എന്താണ്, അപ്പം നമ്മൾ എവിടെയായിരിക്കും, നമ്മൾ എന്ത് വാഹനമായിരിക്കും നമ്മൾ സഞ്ചരിക്കുക, നമ്മൾ ആരോടൊപ്പമായിരിക്കും, നമ്മുടെ ഒരു ദിവസം എങ്ങനെ ആയിരിക്കും. അപ്പോൾ ഇത് നമ്മുടെ എല്ലാ സെൻസറി ഓർഗൻസിനെയും എൻഗേജ് ചെയ്തുകൊണ്ട് നമ്മളൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുക, നമ്മൾ ശരിക്കും അനുഭവിക്കുക. കാഴ്ച ഏറ്റവും വിവിഡായിട്ട് ഏറ്റവും ഇൻറ്റൻസീവായിട്ട് ആ കാഴ്ചകൾ നമ്മൾ കാണുക, നമ്മളെ ശബ്ദം കേൾക്കുക, നമ്മൾ അവിടുത്തെ ആ ഒരു ടെമ്പറേച്ചർ നമ്മൾ എൻജോയ് ചെയ്യുക. നമ്മുടെ ഫ്യൂച്ചറിൽ നമ്മൾ എവിടെയായിരിക്കും ഇരിക്കുക, നമ്മളൊരു ഓഫീസിലാണ്, നമ്മുടെ ഏറ്റവും നല്ല ഓഫീസാണെന്നുണ്ടെങ്കിൽ ആ ഓഫീസ് എങ്ങനെയായിരിക്കും, അതിനകത്ത് വരുന്ന ഫ്രാഗ്രൻസ് എന്തായിരിക്കും, എന്ത് കളറായിരിക്കും അവിടെ ഉണ്ടാവുക. ഇത് ഏറ്റവും വിവിഡായിട്ട് ഏറ്റവും ഇൻറ്റൻസിഫൈ ചെയ്തിട്ട് ആ ഒരു ഫീലിംഗ്, ഇമോഷൻ, എലവേറ്റഡ് ഇമോഷനായിട്ട് നമ്മുടെ ബോഡിയിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ബോഡിക്ക് ഇതിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് എന്ന് തോന്നണം, ഇതിനി സംഭവിക്കാൻ പോകുന്നതല്ല, ഇതിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് എന്നുള്ള ഒരു തോന്നൽ നമ്മുടെ ബ്രെയിന് കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ ബോഡി ചിന്തിക്കും ഇത് റിയലാണ് എന്നുള്ളത്. അപ്പോൾ അത് ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ടൊരു മൊമെൻറ്റ് വീണ്ടും വീണ്ടും നമ്മൾ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ എൻഡ് റിസൾട്ട് നമ്മളിപ്പോൾ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന രീതിയിൽ. അപ്പോൾ ഇവിടെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് നമ്മൾ ആഗ്രഹിച്ച കാര്യം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ്, അതിൻ്റെ ഒരു ലവ്, ആ ഒരു സാറ്റിസ്ഫാക്ഷൻ, ഇതൊക്കെയാണ് നമ്മളിവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും ഇങ്ങനെ, ഇപ്പോൾ നമ്മൾ പണത്തെക്കുറിച്ചാണെങ്കിൽ എനിക്ക് ഇത്ര പണം വേണം, അങ്ങനെയല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മൾ ചിന്തിക്കേണ്ടത് ഓക്കെ, നമ്മൾ അബ്സല്യൂട്ട്ലി നമ്മളൊരു ഫിനാൻഷ്യൽ ഫ്രീഡം എൻജോയ് ചെയ്യുന്ന ഒരാളെക്കുറിച്ചാണ്, നമ്മൾ വളരെ വെൽത്ത് എൻജോയ് ചെയ്യുന്ന, അൺലിമിറ്റഡ് ആയിട്ടൊരു ഫണ്ട് നമ്മൾ എൻജോയ് ചെയ്യുന്ന ഒരാളെക്കുറിച്ചാണ് നമ്മളെപ്പോഴും മനസ്സിൽ കാണേണ്ടത്. അപ്പോൾ അതിൻ്റെ ഒരു ഗ്രാറ്റിറ്റ്യൂഡും ഒരു സാറ്റിസ്ഫാക്ഷനും ആയിരിക്കും എപ്പോഴും നമ്മുടെ ആ ഒരു ഫീലിങ്ങിൽ നമ്മൾ കൊണ്ടുവരേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഫ്യൂച്ചറിലെ നമ്മളുമായിട്ട് നമ്മൾ ഒരു എനർജറ്റിക്കലി നമ്മൾ അലൈൻഡ് ആവുകയാണ്. അപ്പം നമ്മുടെ വൈബ്രേഷൻ എന്ന് പറയുന്നത് ഈക്വൽ ടു നമ്മുടെ ഫ്യൂച്ചർ നമ്മളാണ്. അപ്പോൾ അത് ഏറ്റവും നന്നായിട്ട് നമുക്ക് എങ്ങനെ, ഏറ്റവും മനോഹരമായിട്ട് നമുക്ക് എങ്ങനെ അലൈൻ ചെയ്യാം, അത്രയും സാറ്റിസ്ഫൈഡ് ആയിട്ട് നമുക്ക് ഈ സ്റ്റേറ്റ് കംപ്ലീറ്റ് ചെയ്യാമെന്നുള്ളതാണ്. സ്റ്റെപ്പ് 4 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സ്റ്റെപ്പ്. ഇത് നമ്മൾ ലെറ്റ് ഗോ എന്ന് പറയുന്ന സ്റ്റെപ്പാണ്. നമ്മൾ ആ ഒരു വൈബ്രേഷൻ എനർജി, നമ്മുടെ ഫ്യൂച്ചർ നമ്മളുമായിട്ടുള്ള ഒരു വൈബ്രേഷൻ എനർജി നമുക്ക് ഓൾറെഡി
നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തു. ആ ഒരു വൈബ്രേഷനിലാണ് നമ്മൾ ഇരിക്കുന്നത്. പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ എനർജിയെ നമ്മളങ്ങ് റിലീസ് ചെയ്യുക. നമ്മുടെ ബോഡിയിൽ നമ്മൾ ആ എനർജി അങ്ങ് റിലീസ് ചെയ്യുക. അത് വളരെ സുഖകരമായിട്ടൊരവസ്ഥയാണ്. അപ്പോൾ ആ എനർജിയെ നമ്മൾ റിലീസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് നമ്മളോട് തന്നെ ആ ഒരു അൺലിമിറ്റഡ് ആയിട്ടുള്ള ആ ഒരു സ്നേഹവും അൺകണ്ടീഷണൽ ആയിട്ടുള്ള ആ ഒരു ലവും ഗ്രാറ്റിറ്റ്യൂഡും കൊണ്ടൊക്കെ നമ്മളങ്ങ് നിറയ്ക്കണം. അത് വളരെ വളരെ ഒരു ഹെവൻലി ആയിട്ടുള്ളൊരു ഫീലിംഗ് ആയിരിക്കും നമുക്കവിടെ ഉണ്ടാവേണ്ടത്. അപ്പോൾ ഈ ലെറ്റ് ഗോ പ്രാക്ടീസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കവിടെ ഇനി ഇത് നടക്കുമോ അല്ലെങ്കിൽ ഇത് നടക്കാതിരിക്കുന്ന എന്ത് ചെയ്യും. അപ്പോൾ നമ്മൾ അവിടെ റിസൾട്ടിനെ നമ്മൾ കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മളവിടെ നോക്കണ്ട. നമ്മളതിനെ വിട്ട് കളഞ്ഞു, നമ്മളതിനെ ബ്രോഡ്കാസ്റ്റ് ചെയ്ത് കളഞ്ഞു. പിന്നെ നമ്മൾ ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡിൽ ഇരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരുപാട് പേര് ഏറ്റവും കൂടുതൽ കൺഫ്യൂസ് ആവുന്ന ഈ ഒരു പോയിന്റിലാണ്. കാരണം നമ്മളൊരു പർട്ടിക്കുലർ കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ ഇങ്ങനെ മെഡിറ്റേഷൻ നമ്മൾ ഈ ബ്രെയിൻ റീവയറിംഗ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ അത് നടക്കുന്നില്ലല്ലോ. ഒരിക്കലും ഒരു ഇല്ലായ്മയിൽ നിന്ന് നമുക്കൊരിക്കലും മാനിഫെസ്റ്റ് ചെയ്യാൻ കഴിയില്ല. നമ്മളിവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന എന്താണോ ആ സ്റ്റേറ്റ്, ആ ഒരു സ്റ്റേറ്റ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുകയാണ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഒരു ഗോളെന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ നിന്ന് ആ ഒരു ഇൻസ്പയർഡ് ആക്ഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളത് നടന്നില്ലല്ലോ അല്ലെങ്കിൽ നടക്കാതിരുന്നാൽ എന്ത് ചെയ്യും എന്ന് നമ്മൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതും ആ ഒരു ഇല്ലായ്മ എന്ന് പറയുന്ന ആ ഒരു ഇമോഷനായിരിക്കും. ഉദാഹരണത്തിന് ഫണ്ടിന് വേണ്ടിയിട്ടാണ് ഒരാൾ ആഗ്രഹിക്കുകയാണ്, മാനിഫെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ഫണ്ടാണ് എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ബ്രെയിൻ റീവയറിംഗ് മെഡിറ്റേഷനും അല്ലെങ്കിൽ ഈ ഒരു എക്സസൈസൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ നോക്കുകയാണ്, ഞാനിതൊക്കെ ചെയ്തു പക്ഷേ ഇത് വരുന്നില്ലല്ലോ എന്ന് നമ്മൾ ചിന്തിച്ച് തുടങ്ങിയാൽ അവിടെ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ഇമോഷൻ എന്ന് പറയുന്നത് അത് വരുന്നില്ലല്ലോ എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ഇമോഷനാണ് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ വരാത്ത എക്സ്പീരിയൻസ് ആയിരിക്കും നമ്മൾ വീണ്ടും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. ഇനി ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാണെന്ന് വിചാരിക്കുക. ഒരുപാട് പേരുകൾ പറയാറുണ്ട്, എനിക്ക് നല്ലൊരു റിലേഷൻഷിപ്പ് നിൽക്കാൻ കഴിയുന്നില്ല, റിലേഷൻഷിപ്പിൻ്റെ തെന്നിമാറി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ റിലേഷൻഷിപ്പിൻ്റെ കാര്യമാണെങ്കിൽ ഇതുപോലെ തന്നെ നമ്മൾ നല്ലൊരു റിലേഷൻഷിപ്പ് വരുന്നില്ലല്ലോ, അല്ലെങ്കിൽ ഇതുവരെ കിട്ടിയില്ലല്ലോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു നല്ല ബന്ധത്തിലേക്ക് എനിക്ക് വരാൻ സാധിച്ചില്ലല്ലോ എന്ന് ചിന്തിക്കുന്നതിന് പകരം ആ ബന്ധത്തിലായിരിക്കുമ്പോൾ എന്താണ് നമ്മൾ അനുഭവിക്കുന്നത്, നല്ലൊരു റിലേഷൻഷിപ്പ് നമ്മൾ എങ്ങനെയാണ് എൻജോയ് ചെയ്യുന്നത്, അതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷനാണ് ഈ ഒരു സ്റ്റേജിൽ നമ്മൾ കൊണ്ടുവരേണ്ടത്. അതാണ് ലെറ്റ് ഗോ പ്രാക്ടീസ് ചെയ്യുക എന്ന് പറയുന്നത്. അതൊരു സറണ്ടർ മോഡാണ്. കാരണം നമ്മളവിടെ ഗ്രാറ്റിറ്റ്യൂഡാണ്. നമ്മൾ ഓൾറെഡി ആ സ്റ്റേറ്റ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് പിന്നെ നമുക്കിനി കിട്ടുമോ ഇല്ലയോ എന്നുള്ളൊരു ചിന്ത അവിടെ ഇല്ല. അപ്പോൾ ഈ ലെറ്റ് ഗോ എന്ന് പറയുന്നതാണ്, അല്ലെങ്കിൽ ആ ഒരു ഡിറ്റാച്ച്മെൻ്റാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. യെസ്, നമുക്ക് മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അച്ചീവ് ചെയ്യണം. അതിനോടുള്ള അറ്റാച്ച്മെൻറ്റിനോട് ഒപ്പം തന്നെ ഈക്വൽ ആയിട്ടുള്ള ഡിറ്റാച്ച്മെൻറ്റ് നമ്മളിവിടെ കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് 21 ഡേയ്സ് മാനിഫെസ്റ്റേഷൻ്റെ ക്ലാസ്സുകളിൽ നമ്മൾ പറയുന്നുണ്ട്. ഈ ഡിറ്റാച്ച്മെൻ്റ് എന്ന് പറയുന്ന ഈ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. 5ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ് ഇൻസ്പയർഡ് ആക്ഷൻ. അതായത് നമ്മുടെ ഫ്യൂച്ചറിലെ നമ്മുടെ എനർജിയുമായിട്ട് നമ്മൾ അലൈൻഡ് ആയിക്കഴിഞ്ഞാൽ ആ അലൈൻമെൻറ്റിൽ ഇരിക്കുന്ന സമയത്ത്, ആ ഒരു സ്റ്റേറ്റിലിരിക്കുന്ന സമയത്താണ് നമ്മളിൽ നിന്ന് ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാവും, ഇതാണ് ചെയ്യേണ്ടത്. അതാണ് റിയൽ ആയിട്ടുള്ള ഇൻസ്പയർഡ് ആക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ആക്ഷൻ നമ്മളപ്പം തന്നെ എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോഴാണ് നമുക്ക് റൈറ്റ് ആയിട്ടുള്ള ആളുകളെ നമ്മൾ മീറ്റ് ചെയ്യും, റൈറ്റ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി നമ്മുടെ മുന്നിൽ വരും, റൈറ്റ് ആയിട്ടുള്ള സാഹചര്യങ്ങൾ നമുക്ക് കിട്ടും. ഇതാണ് നമ്മൾ ചില സമയത്ത് ആളുകൾക്ക് ലക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ആക്ച്വലി നമ്മുടെ ബ്രെയിനിൻ്റെ തന്നെ റെക്ടിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം എന്ന് പറയും. അതായത് നമ്മളെന്താണോ നമുക്ക് വേണ്ടത് ആ കാര്യത്തെ അത് തിരഞ്ഞ് കണ്ടുപിടിക്കും. അത് ശരിയാണ് എന്ന് വാലിഡേറ്റ് ചെയ്യുന്നതാണ് റെക്ടിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഒരു കാര്യം നമ്മൾ കറക്റ്റ് നമ്മുടെ വിഷനുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഫ്യൂച്ചർ നമ്മളുമായിട്ട് നമ്മൾ പ്രോപ്പർ അലൈൻഡ് ആയിട്ട് നമ്മൾ അതേ സ്റ്റേറ്റിലിരിക്കുമ്പോൾ നമ്മുടെ ബ്രെയിൻ എപ്പോഴും കാണുന്നത് അതുമായിട്ട് മാച്ച് ചെയ്യുന്ന ഓപ്പർച്യൂണിറ്റീസ് ആയിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആ ഒരു ഇൻസ്പയർഡ് ആക്ഷൻ നമ്മൾ ചെയ്യുമ്പോഴാണ് നമ്മൾ ചില കാര്യങ്ങൾ ആകസ്മികത എന്ന് പറയുന്നത്, ചിലപ്പോൾ നമ്മൾ പറയാം ആകസ്മികമായിട്ട് ചില ആളുകൾ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നു, ആകസ്മികമായിട്ട് സംഭവിച്ചു. എനിക്ക് നമുക്കറിയാം ഒട്ടും ലോജിക്കലി നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ ഒരു വലിയ പ്രശ്നത്തിന് എങ്ങനെ സൊല്യൂഷൻ ഉണ്ടാവില്ല എന്ന് തോന്നിയിട്ടുള്ള പല പ്രശ്നങ്ങൾക്കും സൊല്യൂഷൻ ഉണ്ടാവുകയും വളരെ വലിയ നിലയിൽ ആളുകൾ എത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ സംഭവിക്കുന്നത് നമ്മുടെ ഫ്യൂച്ചർ നമ്മളിൽ നമുക്ക് ശക്തമായിട്ട് നിൽക്കാൻ സാധിക്കുന്നത് കൊണ്ടാണ്. പിന്നെ ഇത് എത്ര ദിവസം ചെയ്യണം? ഇത് ചിലർക്ക് വളരെ പെട്ടെന്ന് റിസൾട്ട് ഉണ്ടാവാറുണ്ട്. ചില ആളുകൾക്ക് 21 ദിവസം എടുക്കാം, ചില ആളുകൾക്ക് 90 ദിവസം എടുക്കാം, ചിലപ്പോൾ 300 ദിവസം എടുക്കാം, ചിലപ്പോൾ വർഷങ്ങളും എടുക്കാം. പക്ഷേ ഇവിടെയെല്ലാം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് നമ്മുടെ സ്റ്റേറ്റാണ്. അതായത് നമ്മൾ ആഗ്രഹിച്ച ആ ഒരു വിഷൻ, നമ്മൾ ആഗ്രഹിച്ച ആ ഗോള്, നമ്മൾ ആഗ്രഹിച്ച ആ ഒരു കാര്യം നമുക്ക് കിട്ടി എന്ന ആ ഒരു സ്റ്റേറ്റിൽ നിലനിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് നമ്മളൊരു ഫ്ലോ സ്റ്റേറ്റിൽ നമ്മൾക്ക് നിലനിൽക്കാൻ സാധിക്കുക എന്നുള്ളതും നമ്മുടെ ഒരു സൈക്കോളജിക്കൽ
സഫറിങ് എന്ന് പറയുന്നത് വളരെയധികം കുറയുമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത്. ഞാനെപ്പോഴും പറയുന്നത് നമ്മൾ ഈ മെറ്റീരിയൽ ആയിട്ടുള്ള ഈ റിസൾട്ട് എന്ന് പറയുന്നത് ആ ഒരു ഇല്ലായ്മ എന്ന് പറയുന്നത് അത് കിട്ടിയില്ലല്ലോ എന്ന് പറയുന്ന ഒരു ഫീലിംഗ് ഒരിക്കലും നമുക്കുണ്ടാവരുത്. നമ്മൾ ഈ ഒരു കാര്യം നമ്മൾ കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. എല്ലാ ദിവസവും പരിശീലിക്കുക, കഴിയുമെങ്കിൽ രാവിലെയും വൈകിട്ടും പരിശീലിക്കുക. അപ്പോൾ നമുക്ക് ഇത് ഓരോ ദിവസവും നമ്മൾ ചെയ്യുന്തോറും നമുക്ക് നമ്മളോടുള്ള ആ ഒരു വിശ്വാസവും അല്ലെങ്കിൽ ഈ നമ്മുടെ ഒരു ഫ്യൂച്ചർ നമ്മളെക്കുറിച്ചുള്ള നമ്മുടെ ആ ഒരു അലൈൻമെൻറ്റും അതിലേക്കുള്ള യാത്രയും വളരെ ശക്തമായി അത് നടക്കും എന്നുള്ള ഒരു ബോധ്യം നമ്മൾ വർദ്ധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഒരിക്കലും നമ്മൾ റിസൾട്ടിനെക്കുറിച്ച് ചിന്തിക്കരുത്, അല്ലെങ്കിൽ അത് കിട്ടിയില്ലല്ലോ, അല്ലെങ്കിൽ അത് ഇതുവരെ വന്നില്ലല്ലോ എന്ന് നമ്മളൊരിക്കലും വിചാരിക്കാൻ പാടില്ല. നമ്മൾ ഈ ഒരു സ്റ്റേറ്റിൽ നിലനിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ സ്റ്റേറ്റിൽ നമ്മൾ നിലനിന്ന് കഴിഞ്ഞാൽ ഒരുപക്ഷേ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തായിരിക്കാം ഒരുപക്ഷേ നമുക്ക് കിട്ടാൻ പോകുന്ന ആ ഒരു റിവാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴും ആ ഒരു റിവാർഡ് എന്ന് പറയുന്നത് അത് തന്നെ അൺകവർ ചെയ്യുകയാണ്. അപ്പോൾ എപ്പോഴും ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തുള്ള ഒരു നല്ല ഓപ്പർച്യൂണിറ്റി ആയിരിക്കും എപ്പോഴും ഇതിൻ്റെ പിന്നിലുണ്ടാവുക എന്നുള്ളതാണ് അനുഭവത്തിൽ നിന്നും മനസ്സിലായിട്ടുള്ളത്.